मुसीबत के मारे भारत मां की कोख में आकर के शरण लिया, लेकिन कांग्रेस ने इनकी कभी सूध नहीं ली. ഭരണഘടനയുടെ 5-ാം വകുപ്പ് പ്രകാരം 3 വിഭാഗം ആളുകൾക്കാണ് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാനാകുന്നത്. ജനനം, പൈതൃകം, രജിസ്ട്രേഷൻ, ഭൂപരിധിയിലെ കാലതാമസം, നിയമ ഭേദഗതികളിലൂടെയുള്ള പൗരത്വ സ്വീകരണം തുടങ്ങിയവയാണ് ഒരാൾക്ക് പൗരത്വം ലഭിക്കാൻ പൗരത്വ നിയമം അനുസരിച്ചുള്ള മാർഗങ്ങൾ. പൗരത്വം ക്രമീകരിക്കാനുള്ള പാർലമെന്റിന്റെ സവിശേഷ അധികാരത്തെ ഭൂരിപക്ഷമുണ്ട് എന്നൊറ്റ കാരണത്താൽ ദുരുപയോഗം ചെയ്ത ഒരു മതേതര രാജ്യത്തിൽ പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കുന്ന ഒരു സർക്കാർ, അതിന് നേതൃത്വം നൽകുന്ന ഒരു പ്രധാനമന്ത്രി, പൗരത്വ വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കെ തിരക്കിട്ട് പൗരത്വം നൽകിയതും പോരാഞ്ഞ തടയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എന്ന മട്ടിൽ വെല്ലുവിളിക്കുക കൂടി ചെയ്യുന്ന പ്രധാനമന്ത്രി വാസ്തവത്തിൽ വെല്ലുവിളിക്കുന്നത് സുപ്രീം കോടതിയെയും ഭരണഘടനയെയുമല്ലേ? പൗരത്വം നൽകുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആയിട്ടില്ല എന്ന കേന്ദ്ര ഉറപ്പിൽ പൗരത്വ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ കോടതിയെ നോക്കുകുത്തി ആക്കുക കൂടിയല്ലേ നരേന്ദ്രമോദി ചെയ്യുന്നത്? പൗരത്വ ഭേദഗതിയിൽ എതിർപ്പറിയിക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ പൂർണ്ണമായും റദ്ദു ചെയ്യുകയാണോ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്? ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി വി ശിവദാസൻ CPIM-ൽ നിന്നും, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ BJP നേതാവ്, അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ശ്രീ വി ശിവദാസൻ MP-യിലേക്ക് പോകുന്നു. ശ്രീ ശിവദാസൻ, നോക്കൂ, CAA ഇല്ലാതാക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ഇനി ഇവിടെ എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ വെല്ലുവിളി. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ, വ്യക്തികൾ, സംസ്ഥാനങ്ങൾ പോലും സുപ്രീം കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴും ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴും CAA റദ്ദാക്കാൻ അവർക്കായിരിക്കുന്നു, അതിലൂടെ പൗരത്വം നൽകാനും അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. വലിയൊരു ആത്മവിശ്വാസത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാരിന് ഇത് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെല്ലുവിളി വാസ്തവത്തിൽ ഇത് നടപ്പിലാക്കില്ല എന്ന ആർജവത്തോടു കൂടി പറഞ്ഞ സംസ്ഥാനങ്ങളോട് കൂടിയുള്ളതാണ്. അതിൽ ആദ്യത്തേത് പിണറായി വിജയനാണ്. ഇവിടെ പ്രധാനമന്ത്രി ഇന്ന് നടത്തിയിട്ടുള്ള പ്രസംഗം ചർച്ച ചെയ്യുമ്പോൾ നാം പ്രാഥമികമായി കാണേണ്ടുന്നൊരു കാര്യം, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരിക്കലും നടത്താൻ പാടില്ലാത്ത നിലയിലുള്ള ഭാഷാപ്രയോഗങ്ങളാണ് നരേന്ദ്രമോദിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. മലയാളത്തിൽ അത് പദാനുപദം തർജ്ജമ ചെയ്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പദങ്ങൾ മലയാളത്തിലെ സാധാരണ സംഭാഷണങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാൻ ഇടയില്ലാത്തതാണ്. പ്രതിപക്ഷ പാർട്ടികളെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും എന്ന് അദ്ദേഹം കാണിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന RSSന് BJPക്ക് അനുയോജ്യമായ സംസ്കാരമാവാം ഒരുപക്ഷെ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടാകുക. പക്ഷേ ഇന്ത്യ രാജ്യത്തിലെ മുൻകാല പ്രധാനമന്ത്രിമാർ, ഇന്ത്യ രാജ്യത്ത് പാർലമെൻ്ററി പ്രവർത്തന രംഗത്ത് ഇടപെട്ടിട്ടുള്ള ആളുകൾ, അവരൊക്കെ കാണിച്ചു തന്നിട്ടുള്ള ഒരു മാതൃകയുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പ്രസംഗം നമുക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് കേൾക്കേണ്ടി വന്നു. വളരെ സങ്കടകരമായിട്ടുള്ളൊന്നാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ മതത്തെ അടിസ്ഥാനപ്പെടുത്തി ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ നിരന്തര ശ്രമമാണ് നടന്നിട്ടുള്ള ഓരോ പ്രസംഗത്തിൻ്റെയും കാതൽ. അത് ഉത്തർപ്രദേശിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും അവിടങ്ങളിലൊക്കെ നടത്തുന്ന പ്രസംഗത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത്? ജനങ്ങളുടെ ജീവിത പ്രശ്നത്തെക്കുറിച്ചല്ല, തൊഴിലില്ലായ്മയെക്കുറിച്ചോ മറ്റോ ഒന്നുമല്ല പറയുന്നത്. CAA നടപ്പിലാക്കുന്നതിന്, അത് തടയുന്നതിന് കരുത്തുള്ള ഏതെങ്കിലും, പിന്നെ അദ്ദേഹം പ്രയോഗിച്ച വാക്കിലേക്ക് ഞാൻ കടക്കുന്നില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാം എന്ന് ചോദിക്കുകയാണ്. അതിനുമുമ്പ് അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിൽ ബജറ്റിനെ കുറിച്ച് പറഞ്ഞു. BJP വിരുദ്ധർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കായി പ്രത്യേക ബജറ്റ് ഉണ്ടാക്കും എന്നൊക്കെയാണ് പ്രസംഗിച്ചത്. മതത്തെ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചയാക്കുന്നതിന് വേണ്ടി, ദൈവങ്ങളെ, വിശ്വാസത്തെ മുഖ്യ ചർച്ചയാക്കുന്നതിന് വേണ്ടി അദ്ദേഹം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. നരേന്ദ്രമോദിയുടെ CAA സംബന്ധിച്ചുള്ള ഇപ്പോൾ നടത്തിയിട്ടുള്ള പ്രസംഗം തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ ലംഘനം മാത്രമല്ല, രാജ്യം ഒന്നാകെ അപലപിക്കേണ്ടുന്ന വിഷയം കൂടിയാണ് എന്നുള്ളതാണ്
ഞാൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. ശ്രീ കൃഷ്ണദാസ്, CAA-യുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇതിനോടകം തന്നെയുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി CAA പൗരത്വം, കേന്ദ്ര സർക്കാർ പൗരത്വം നൽകുന്നതും പ്രധാനമന്ത്രി പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അതിൽ ചട്ടലംഘനമുണ്ട് എന്ന ഒരു വാദം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെയാണല്ലോ ഈ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ ഇത്രമാത്രം അടിയന്തരമായ ഒരു ഇടപെടൽ നടക്കുന്നത് എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട കോടതി ഏതാണ്ട് 235-36 ഹർജികളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഗണിക്കുന്നതായി നാം മനസ്സിലാക്കുന്നത്. അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വ്യത്യസ്തരായിട്ടുള്ള സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ കൊടുത്തിട്ടുള്ള ഹർജികളുമാണ്. പാർട്ടികൾ കൊടുത്തതുണ്ട്, പാർട്ടി നേതാക്കന്മാർ കൊടുത്തതുണ്ട്, അല്ലാത്തവർ കൊടുത്തതുണ്ട്. അതെല്ലാം സുപ്രീം കോടതി അതിന്റെ പ്രാഥമികമായിട്ടുള്ള പരിഗണനയ്ക്ക് വന്നപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിയമത്തിനോ ഒരു നടപടിക്കോ ഒരു ചട്ടത്തിനോ ഒരു സ്റ്റേയും കൊടുക്കാതെ ആ നടപടിക്രമങ്ങളിൽ ഒന്നും ഇടപെടാതെ കോടതി അതിന്റെ ഫൈനൽ ഹിയറിംഗ് കേൾക്കാം എന്ന് പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിന്റെ കേസുകളെ സംബന്ധിച്ച് ഉള്ളതായി നാം മനസ്സിലാക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചോ അതിന്റെ നടപ്പാക്കലിനെ സംബന്ധിച്ചോ നിലവിലെ നിയമ സംവിധാനം അനുസരിച്ച് തടസ്സങ്ങളൊന്നും സർക്കാരിന്റെ മുൻപിൽ ഇല്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഗ്രൗണ്ട് ഇപ്പോൾ രാജ്യത്തില്ല എന്ന് കേന്ദ്രം ഉറപ്പ് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി ഇത് റദ്ദ് ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നത്. ശരിയല്ലേ? അതങ്ങനെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി ആകെ നടത്തിയിട്ടുള്ള ഒരു നിരീക്ഷണം, ഇതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്റ്റേജിൽ അതിന്റെ അഗ്രീവഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ കോടതിയെ ആ സമയത്ത് ശ്രദ്ധയിൽപ്പെടുത്താം, സമീപിക്കാം എന്നൊരു പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ളതായി നാം മനസ്സിലാക്കുന്നത്. മറിച്ച് ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ സ്വാഭാവികമായും കോടതി ഈ വിഷയങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിഷയങ്ങളും കോടതിയുടെ ശ്രദ്ധയിലും പരിഗണനയിലും വരുമല്ലോ. അതിന്റെ ഹിയറിംഗിന് വരുന്ന സമയത്താണെങ്കിലും അതിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കേസ് പരിഗണിക്കുന്ന സമയത്താണെങ്കിലും ഈ വിഷയങ്ങളെല്ലാം കോടതി ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ കോടതി അത് നിരീക്ഷിക്കട്ടെ, അതിന്റെ വശങ്ങൾ പരിശോധിക്കട്ടെ. അതുമാത്രമേ എനിക്ക് ആവശ്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളൂ. പിന്നെ ഡോക്ടർ ശിവദാസനെ പോലുള്ള ആളുകൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെക്കുറിച്ച് വളച്ചൊടിച്ച് രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് ഇതെല്ലാം പറയുമ്പോൾ ഇടതുപക്ഷത്തിന്റെ വടകരയിലെ സ്ഥാനാർത്ഥി ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ, UDF-ന്റെ നേതാക്കന്മാർക്കെതിരായി UDF-നെതിരായി ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ, ആ വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ നടത്തിയോ? ഇനി അതല്ല UDF-ന്റെ ആളുകൾക്കെതിരായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടേണ്ട തരത്തിൽ വടകരയിലെ LDF സ്ഥാനാർത്ഥി ഏത് പരാമർശമാണ് നടത്തിയത്? നമ്മുടെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല, അതുകൊണ്ടാണെന്ന് ചോദിക്കുന്നത് അതിനെക്കുറിച്ച്. അല്ല, അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞത് ഇത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ UDF നടത്തിയിട്ടുള്ള പ്രചരണങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ മത്സരിക്കുന്ന UDF-ന്റെ സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കി പോലും പ്രഖ്യാപിക്കേണ്ട സാഹചര്യമാണുള്ളത് എന്നെല്ലാമല്ലേ പറഞ്ഞത്. ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും എല്ലാമായി നിരന്തരമായി LDF-ന്റെ നേതാക്കന്മാർ നടത്തുന്ന പ്രചരണം വടകരയിലെ സ്ഥാനാർത്ഥിക്കെതിരെ നിരന്തരമായി പ്രചരണം നടത്തുന്നു എന്നുള്ളതല്ലേ. ഈ അടുത്ത ദിവസങ്ങളിൽ UDF-ന്റെ ഘടകകക്ഷിയായിട്ടുള്ള മറ്റൊരു കക്ഷിയുടെ നേതാവ് പറഞ്ഞ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നടക്കുന്ന ചർച്ചകളെല്ലാം ആ തരത്തിലല്ലേ. അപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാ കക്ഷികളെ സംബന്ധിച്ചും എല്ലാവരെ സംബന്ധിച്ചും ബാധകമായിട്ടുള്ള കാര്യമാണ്. അത് UDF-നെ സംബന്ധിച്ചാണെങ്കിലും LDF-നെ സംബന്ധിച്ചാണെങ്കിലും പറയുന്ന തരത്തിൽ പ്രധാനമന്ത്രി രാജ്യത്ത് വിവിധ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഉയർത്തിവിട്ടതുപോലെ ഒരു വർഗീയ പരാമർശം വേറെ എവിടെ ആര് പറഞ്ഞു എന്നുള്ളത് തന്നെ സംശയമാണ്. കേരളത്തിലെ സാഹചര്യം മറ്റൊന്നായിരുന്നു. പിന്നെ UDF-ന്റെ ഒരു പ്രതിനിധി ചർച്ചയിലില്ല. മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നുമില്ല. നമ്മുടെ വിഷയത്തിൽ നിന്നും മാറുകയും ചെയ്യുമല്ലോ. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. N. ലാൽകുമാർ, ഇവിടെ ഇപ്പോൾ ഈ വിഷയം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം കഴിഞ്ഞ തവണ ഇത് പരിഗണിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഉറപ്പുണ്ടായിരുന്നു ഇത് നടപ്പിലാക്കാനുള്ള ഒരു ഗ്രൗണ്ട് രാജ്യത്തായിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അടിയന്തര ഇടപെടൽ ഉണ്ടാകാത്തത്, അടിയന്തരമായി ഈ നിയമം റദ്ദ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകാത്തത്. പക്ഷേ കൃഷ്ണദാസ് അതിനെ മറ്റൊരു തരത്തിൽ നോക്കി കാണുന്നുമുണ്ട്. കോടതി ലക്ഷ്യമായിട്ടുണ്ടോ ഈ നടപടി? ഇല്ല, കോടതി അലക്ഷ്യം എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ആ പെറ്റീഷന് അല്ലെങ്കിൽ ഈ ആക്ടിന് സ്റ്റേ കൊടുത്തിട്ടില്ല സുപ്രീം കോടതി. അപ്പോൾ അതിനെ കണ്ടംപ്റ്റ് അതിനകത്ത് അട്രാക്റ്റ് ചെയ്യുന്നൊരു പ്രശ്നമില്ല. നമ്മൾ കാര്യമായിട്ട് തന്നെ പറഞ്ഞു പോകണമല്ലോ. പക്ഷേ അതിനകത്തൊരു പൊളിറ്റിക്കൽ വിഷയമുണ്ട്. ആ പൊളിറ്റിക്കൽ വിൽ എന്ന് പറയുന്ന ഒരു ആശയവും കൂടെ അതിനകത്ത് കിടക്കുന്നുണ്ട്. കാരണം നോക്കൂ, ഒരു പാർലമെൻ്റ് ഒരു നിയമം പാസ്സാക്കുന്നു.
ആ പാസ്സാക്കിയ നിയമം അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ചലഞ്ച് ചെയ്ത് സുപ്രീം കോർട്ടിന് മുന്നിൽ പല പെറ്റീഷനുകളും കിടക്കുന്നു. അപ്പം മാറ്റർ സബ് ജുഡീസ്. ആ മാറ്റർ സബ് ജുഡീസ് ആയിട്ടിരിക്കുമ്പം നമ്മൾ നോർമൽ കോഴ്സിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് കാണിക്കേണ്ട ഒരു കാര്യം ആ പൊളിറ്റിക്കൽ മൊറാലിറ്റി ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. എന്താണ്? ആ മാറ്ററിൽ ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് സുപ്രീം കോടതി എന്തു പറയുന്നു എന്ന് നോക്കിയ ശേഷം അതിലൊരു തീരുമാനം എടുക്കുക. അത് കഴിഞ്ഞ് മാത്രമേ എക്സിക്യൂട്ടീവ് ആക്ഷൻ നടക്കാവൂ. അതാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ഭാഗം. ഇപ്പം ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം. അത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ രാഷ്ട്രീയ കാരണത്തിലേക്ക് ഞാൻ വരാം. ഞാൻ ഇതിൻ്റെ ലീഗൽ സൈഡാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം. അപ്പം ചെയ്യാൻ പാടുണ്ടോ, ചെയ്യാൻ ഇവരെ 100% ആരെങ്കിലും റിസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ റിസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. അത് കൃഷ്ണേട്ടൻ പറഞ്ഞ ഭാഗത്തോട് വിയോജിക്കാൻ പറ്റില്ല. പക്ഷേ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയം ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ലെജിസ്ലേച്ചർ ആണല്ലോ ഉള്ളത്. ആ എക്സിക്യൂട്ടീവിൻ്റെ ഒരു ക്രിഡൻഷ്യലിനെ ബാധിക്കുന്നൊരു വിഷയമാണ്. കാര്യം അവരെന്തിന് ഇത്ര തിടുക്കപ്പെടുന്നു എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ വരും, അല്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ശബരിമല എന്ന് പറയുന്ന 5 ബെഞ്ചിൻ്റെ സുപ്രധാനമായ വിധിന്യായം വന്നു. അത് റിവ്യൂ ചെയ്യണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഓഫ് ലോ 9 ബെഞ്ചിന് സുപ്രീം കോടതി വിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രസന്റ് പൊസിഷൻ എടുത്താൽ ശബരിമലയുടെ പഴയ 5 ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റ് സബ്സിസ്റ്റ് ചെയ്യാണ്. അതൊന്നും പോയിട്ടില്ല, അതിന് സ്റ്റേ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ജഡ്ജ്മെൻറ്റ് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ശ്രമം നടത്താൻ ഒരു സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഒരു സ്റ്റേറ്റിൻ്റെ ഡെഫിനേഷനിൽ വരുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ ഇമ്മൊറാലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം. ഇപ്പം അതിനകത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യമായി വരുന്നത്. എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? തെരഞ്ഞെടുപ്പ് മാത്രമാണ് പ്രശ്നം. തെരഞ്ഞെടുപ്പ് മാത്രമാണ് പ്രശ്നം. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി മനസ്സിലാക്കിയ ഒരു കാര്യം, പ്രധാനമന്ത്രിയുടെ പൊളിറ്റിക്കൽ പിച്ച് ഒരു കൺവീനിയൻറ്റ് പൊളിറ്റിക്കൽ പിച്ച് അല്ല എന്ന് അദ്ദേഹം മനസ്സിലായി. ഒരു കൺഡ്യൂസീവ് പൊളിറ്റിക്കൽ പിച്ച് അല്ല അദ്ദേഹത്തിന്. ഇപ്പം 2014 പിച്ച് ഒരു ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത ഒരു പിച്ചാണ്. 2019 വന്നപ്പം ആ പിച്ച് പുൽവാമയുടെ പിച്ചായി മാറി. 2024 വന്നപ്പം അവർ വിചാരിച്ചു രാം ടെമ്പിൾ എന്ന് പറയുന്ന ഇഷ്യൂ വിൽ പ്രിവെയിൽ ഇൻ ദ സൊസൈറ്റി ആൻഡ് ദാറ്റ് വിൽ ഡോമിനേറ്റ് ദ പൊളിറ്റിക്കൽ പിച്ച് ഓഫ് ദ നേഷൻ. പക്ഷെ അത് നടന്നില്ല. ഇവർ ഉദ്ദേശിച്ച രീതിയിൽ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഉയർത്തിവിടാനുള്ള വലിയ ശ്രമമാണ്. അപ്പോൾ ഇവർ ആദ്യം പറഞ്ഞ എന്താ, രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട്, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് പ്രധാനമന്ത്രി ഹിന്ദു മുസ്ലിം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പ്രധാനമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത് യഥാർത്ഥത്തിൽ ഹിന്ദു മുസ്ലിം പോളറൈസേഷൻ നടക്കണം. എന്നാൽ മാത്രമേ ഇവരുടെ വർഗീയ കാർഡ് വർക്കാകത്തുള്ളൂ. നോക്കൂ, അതാ ഞാൻ പറഞ്ഞത്, 2014 വർക്കായതും 2019 വർക്കായതും ഒരിക്കലും ഒരു ഹിന്ദുത്വ കാർഡല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. 2014 ആന്റി കറപ്ഷൻ മൂവ്മെന്റിന്റെ, അണ്ണാ ഹസാരെ മൂവ്മെന്റും അല്ലെങ്കിൽ രാജ്യത്തുണ്ടായിരുന്ന ആന്റി കോൺഗ്രസ് സെന്റിമെന്റ്സിന്റെ ഒരു ഫ്രൂട്ട് നരേന്ദ്രമോദി കൊയ്യുന്നു. 2019 എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് പുൽവാമയുടെ ഫ്രൂട്ട് അദ്ദേഹം കൊയ്യുന്നു. പക്ഷെ 2024 വന്നപ്പം അദ്ദേഹം നേരിടുന്നൊരു പ്രശ്നം, അദ്ദേഹം കളക്റ്റീവ് കോൺഷ്യസ്നെസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒന്നും തന്നെ വർക്കാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒന്നും തന്നെ വർക്കാകാതെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നോക്കൂ, വീണ്ടും ഹിന്ദു മുസ്ലിം എന്ന് പറയാം. നിങ്ങൾ 2014 നരേന്ദ്രമോദിയുടെ ക്യാമ്പയിൻ എടുത്ത് നോക്കൂ, 2019 ക്യാമ്പയിൻ എടുത്ത് നോക്കൂ. നമുക്ക് ഇങ്ങനൊരു കാര്യം പറയേണ്ട വരത്തില്ല. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ഒരു ഗുഹയിൽ എവിടെയെങ്കിലും പോയി തപസ് ചെയ്ത്, ബംഗാളിലെ ഇലക്ഷൻ മുമ്പ് ഏതോ ഒരു ഗുഹയിൽ പോയി അദ്ദേഹം തപസ് ചെയ്തതിനെ നമ്മൾ വിമർശിച്ചു. അപ്പോഴും അദ്ദേഹത്തിന്റെ സംഭാഷണമില്ലായിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം ഈ പറയുന്ന രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു. ഇത് ഔട്ട്റൈറ്റഡ് ആയിട്ട് സംസാരിക്കുകയാണ്. കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ കാര്യം പരിങ്ങലിലാണ്. ഹി ഈസ് ഫേസിങ് ദ ഗൂഗ്ലീസ് ആൻഡ് ദൂസരാസ്, നമ്മൾ ക്രിക്കറ്റ് ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതിനൊരു കാരണം കൂടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് മറ്റൊരു ലീഡറെ പോലെ അല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം ഒരിക്കൽ പോലും അപ്പുറത്തെ സൈഡിൽ, ഓപ്പോസിഷൻ സൈഡിൽ ഇരുന്നിട്ടൊരാളല്ല. മുഖ്യമന്ത്രിയായിരുന്നു, പ്രധാനമന്ത്രിയാകുന്നു, ഇനിയും
മരിക്കുന്നിടം വരെ പ്രധാനമന്ത്രിയായി ഇരിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് മാത്രമേ ലക്ഷ്യമുള്ളൂ. കാര്യം അല്ല എങ്കിൽ അദ്ദേഹം നേരിടുന്നൊരു പ്രശ്നം, ഹീ ഈസ് എ മാൻ ഹൂ കനോട്ട് അഫോർഡ് ടു ലൂസ് പവർ. പവർ ഇല്ലാത്ത ഒരു നരേന്ദ്രമോദി വല്ലാത്ത രീതിയിൽ ഡെസ്പറേറ്റ് ആകും, അദ്ദേഹത്തിന് വലിയ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് അവസാനത്തെ ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി ഉയർത്തിവിടുന്നത് ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാ വിത്തെടുത്ത് കുത്തുന്ന കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് പറയുമ്പം ആസ് എ പൊളിറ്റിക്കൽ ഒബ്സർവർ, നമ്മൾ പൊളിറ്റിക്സിൽ ഇടപെടുന്ന ആൾക്കാരാണല്ലോ, എനിക്ക് വേറൊരു ആംഗിൾ എൻ്റെ സന്തോഷമുണ്ട്. കാര്യം ഇദ്ദേഹത്തിന് ഇത് പറയേണ്ട സ്ഥിതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരവസ്ഥ, ഈ പൊളിറ്റിക്കൽ സർക്കംസ്റ്റാൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ രാജ്യത്തെത്തി എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ, ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ഓരോരുത്തരുടെയും വിജയമായി തന്നെയാണ് കരുതുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വളരെ കൺവീനിയൻ്റായി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഇല്ലാതായിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും ഒരു സ്റ്റേറ്റ്സ്മാൻ പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്സ്മാനാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ BJPയുടെ പ്രധാനമന്ത്രിയല്ല, എന്റെയും അസിതയുടെയും സഖാവ് ശിവദാസന്റെയും കൃഷ്ണേട്ടന്റെയും ഒക്കെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം അവിടെ ഇരിക്കുമ്പം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ആക്ഷൻ ഉണ്ട്. ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ അദ്ദേഹം വന്ന് കുറച്ച് നാള് 10 വർഷം ഭരിച്ച ശേഷം ഒരു കമ്മ്യൂണിറ്റി മൊത്തം മാർജിനലൈസ്ഡ് ആവുകയാണെങ്കിൽ, അവർ മൊത്തത്തിൽ ഏലിയനേറ്റഡ് ആവുകയാണെങ്കിൽ, അത് രാജ്യത്തിനുണ്ടാക്കാൻ പോകുന്ന വരുംകാലത്തിലെ ബുദ്ധിമുട്ട് ഒട്ടും ചെറുതായിരിക്കത്തില്ല. അദ്ദേഹം അതിനൊന്നും ഒരു പാകതയുമില്ലാതെ ഞാൻ പറയുന്നു, ഈ രാജ്യത്ത് മറ്റു ഒരു BJPക്കാരനും പറയാൻ പറ്റാത്ത കാര്യം, എനിക്ക് ഉറപ്പാണ്, ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൽ കൃഷ്ണേട്ടനെ പോലൊരാൾക്ക് ഇങ്ങനൊരു കാര്യം ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാര്യം അദ്ദേഹം ആ നിലവാരം കാത്തു സൂക്ഷിക്കും. ഇപ്പൊ അദ്ദേഹം പ്രധാനമന്ത്രിയെ ഡിഫെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഡിഫെൻഡ് ചെയ്യുമായിരിക്കും, കാരണം അദ്ദേഹത്തിന്റെ ലീഡറാണ്. പക്ഷെ അദ്ദേഹത്തിന് അത് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അങ്ങനെ നിലവാരമില്ലാത്ത രീതിയിലേക്ക് പ്രധാനമന്ത്രിയുടെ സ്റ്റാൻഡേർഡ് അത് കൂപ്പുകുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഹി ഈസ് ഇൻ എ ഡെസ്പറേറ്റ് മൂഡ് ആൻഡ് ഐ ഫൈൻഡ് ദാറ്റ് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു മേക്ക് എ കംബാക്ക്. പൊളിറ്റിക്കൽ മറുപടി കൃഷ്ണദാസാണ് പറയേണ്ടത്. പക്ഷേ ഞാൻ അങ്ങയിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ വി ശിവദാസൻ, ഇവിടെ ലാൽകുമാർ ഏറ്റവും അവസാനം പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം BJP ക്യാമ്പുകൾക്ക് ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ളത് ദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുകയും ആ നിലയിൽ കണക്കുകൂട്ടലുകൾ വരികയും ചെയ്യുന്ന സാഹചര്യമാണ്. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ CAA രംഗത്തുണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ 2-3 ഘട്ടം കഴിയുന്നതോടുകൂടി CAA ചർച്ചകളിൽ നിന്ന് മാറുകയാണ്. അവിടെയാണ് പ്രതീക്ഷയ്ക്കൊത്ത് പോളിംഗ് ഉയരാത്ത സാഹചര്യം. ഇനിയിപ്പോൾ നോക്കൂ, ഇനിയുള്ള റൗണ്ടുകളിൽ ഉത്തർപ്രദേശിലെ 41 മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ബംഗാളിലെ 24 മണ്ഡലങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ നരേന്ദ്രമോദിക്ക് പറഞ്ഞേ മതിയാകൂ. അത് മുസ്ലിം വിദ്വേഷത്തിലൂടെ പ്രചരിപ്പിച്ചു, പക്ഷെ അതിനെതിരെ വലിയ വികാരമുണ്ടാകുന്നു. ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രിക്ക് തന്നെ അത് തിരുത്തി പറയേണ്ടി വരുന്നു. അവിടെയാണോ വീണ്ടും CAA എടുത്തുകൊണ്ടുവരുന്നത് പ്രധാനമന്ത്രി? ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താൻ, അതിനൊപ്പം ഹിന്ദുത്വ വർഗീയത അല്പമെങ്കിലും മനസ്സിൽ സൂക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയെല്ലാം ഒന്ന് പ്രചോദിപ്പിച്ച് എങ്ങനെ തങ്ങൾ പോകാനിരിക്കുന്ന അതിഭീകരമായ പതനത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളതാണ് മോദി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മോദിയുടെ രാഷ്ട്രീയം അത്രമേൽ ഫലിക്കില്ല. കാരണം ഇപ്പോൾ പൊതുവിൽ സൗത്ത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഏകദേശം നമുക്കെല്ലാവർക്കും തന്നെ ധാരണയുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരികയും ഹരിയാനയിൽ BJPയുടെ പല പൊതുയോഗങ്ങളും തന്നെ നടത്താൻ പറ്റാത്ത നിലയിലേക്ക് ജനകീയ പ്രതിഷേധം, കർഷക പ്രക്ഷോഭം ഉയർന്നു വരികയും ചെയ്ത ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ കാണേണ്ടതുണ്ട്. ആ ഘട്ടത്തിലാണ് മോദി അവസാനത്തെ കച്ചിത്തുരുമ്പായി മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അതിരൂക്ഷമായ വർഗീയതയുടെ അതിരൂക്ഷമായിട്ടുള്ള പ്രചരണം അഴിച്ചുവിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ വരികയാണ്. ആദ്യം നുഴഞ്ഞുകയറ്റക്കാരെന്നൊരു മതവിഭാഗത്തെ ലക്ഷ്യമിട്ട് വിളിക്കുന്നു. അതുകൂടാതെ കുട്ടികളുടെ എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്യാമ്പയിൻ മുന്നോട്ട് വെക്കുന്നു. പ്രധാനമന്ത്രിയുടെ തന്നെ എക്കണോമിക് അഡ്വൈസറി ബോർഡ് ഒരു കണക്ക് തന്നിട്ടുണ്ടെന്നും ആ കണക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണം മുന്നോട്ട് വെക്കുന്നു. ഇങ്ങനെ അത്യന്തം നീചമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മാധ്യമ സ്വാധീനത്തെ, അത് നവമാധ്യമങ്ങളും മറ്റെല്ലാ സ്വാധീനത്തെയും സർക്കാർ മിഷനറിയെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഴിച്ചുവിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. നോർത്ത് ഇന്ത്യയിൽ മോദി മീഡിയയെക്കുറിച്ച് പൊതുവിൽ പറയുന്നത് ഗോധി മീഡിയ എന്നാണ്.
മോദിയുടെ മടിയിലിരിക്കുന്ന മാധ്യമങ്ങളായിട്ട് വലിയൊരു പങ്ക് മാധ്യമങ്ങൾ മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തോട്, മോദിയോട് അല്ലെങ്കിൽ മോദിയുടെ പാർട്ടിയോട് വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവകാശവും സ്വാതന്ത്ര്യവും പോലും ഇല്ലാത്തവരായി അവർ നിൽക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ മോദിക്കെതിരായി എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ ജയിലിലടക്കും എന്ന പ്രഖ്യാപനം ആഭ്യന്തര വകുപ്പിൻ്റെ മുമ്പിൽ നിന്ന് വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ എന്തൊക്കെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്? ഇവിടെ മോദി സർക്കാർ നടപ്പിലാക്കുന്ന ഈ CAA അതിനെതിരായി സംസ്ഥാന സർക്കാരുകൾ, 5 സംസ്ഥാന സർക്കാരുകളാണ് ഇവിടെ പ്രമേയം പാസ്സാക്കിയത്. ഇന്ത്യ ചരിത്രത്തിൽ ഇത്രയേറെ സംസ്ഥാന സർക്കാരുകൾ കൂട്ടത്തോടുകൂടി ഒരു നിയമത്തിനെതിരായിട്ട് ശബ്ദിക്കുന്ന മുൻ അനുഭവം ഏറെയൊന്നും നമുക്ക് വിവരിക്കാനുണ്ടാവില്ലല്ലോ. സംസ്ഥാന സർക്കാരുകൾ പ്രമേയം പാസ്സാക്കുന്നു, ബഹുജനങ്ങൾ തെരുവിലിറങ്ങി സമരം നടത്തുന്നു, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മോദി സർക്കാരിനെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളുണ്ടാവുന്നു, വിവിധ രാജ്യങ്ങളുടെ വിയോജിപ്പുകൾ മറനീക്കിയവർക്ക് പ്രകടിപ്പിക്കേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഇന്ത്യ എന്ന നമ്മുടെ മഹത്തായ രാജ്യത്തിന് സൽപ്പേര് രൂപപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. CAAക്കെതിരായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ അവരെ ജയിലിലടക്കും എന്നതാണ് നമ്മൾ ഡൽഹിയിൽ ഉൾപ്പെടെ കണ്ടിട്ടുള്ളത്. കർഷക സമരത്തിന് പിന്തുണ കൊടുക്കുകയും CAA ഉൾപ്പെടെയുള്ള RSS BJP കരിനിയമങ്ങൾക്കെതിരായിട്ട് ശബ്ദിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളിൽ ഒരാളാണല്ലോ പ്രബീർ പുർക്കായസ്ഥ. അദ്ദേഹത്തെ 7 മാസക്കാലം ജയിലിലടച്ചു. 7 മാസക്കാലം ജയിലിലടച്ചു. എന്നിട്ട് അവസാനം കോടതി പറഞ്ഞു, അവിടെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലും അദ്ദേഹത്തിൻ്റെ തെറ്റെന്തെന്ന് എഴുതി വെക്കാതെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അത്യന്തം അപലനീയമെന്ന്, നിയമവിരുദ്ധമെന്ന് സുപ്രീം കോടതിക്ക് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നമ്മുടെ മുമ്പിൽ ഇന്നലെയാണ് ഉണ്ടായിട്ടുള്ളത്. നോക്കൂ, എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് മനുഷ്യരെ അറസ്റ്റ് ചെയ്യുന്നു, എല്ലാ മാനുഷികതയും ലംഘിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൽ നാളിതുവരെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് പൗരത്വം നിഷേധിക്കുന്നതിനുള്ള ഒരുക്കമായിട്ട് പോകുന്നു. പൗരത്വം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യമാണ്. ആ മതനിരപേക്ഷ രാജ്യത്ത് മതത്തെ പൗരത്വത്തിൻ്റെ മാനദണ്ഡമാക്കി മാറ്റി തീർത്തിരിക്കുന്നു. മതത്തെ പൗരത്വത്തിൻ്റെ മാനദണ്ഡമാക്കി മാറ്റി തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി നാം മുന്നോട്ട് വെക്കുന്ന സെക്യുലറിസം എന്ന മഹത്തായ കാഴ്ചപ്പാടിൻ്റെ അടിവേരാക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് ഈ മോദി സർക്കാരിൻ്റെ CAA മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അവർ നേരത്തെ തുടർന്നുകൊണ്ടിരിക്കുന്ന മതവിദ്വേഷം പ്രൊമോട്ട് ചെയ്യുന്ന പ്രചരണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് എന്ന് നാം കാണുക. പക്ഷേ ആ നിലയിൽ ജനതയെ ഭിന്നിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യയിൽ അസാധ്യമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്നലകളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. ജാലിയൻ വാലാബാഗിൻ്റെ മണ്ണ് മഷിക്കുപ്പയിൽ നിറച്ചു പോയ 6 വയസ്സുകാരൻ പിന്നീട് ജനറൽ ഡയർ എന്ന് പറയുന്ന കൊടും ക്രൂരനായിട്ടുള്ള പട്ടാള ഉദ്യോഗസ്ഥൻ്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചതിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഓടിപ്പോകാതെ തൻ്റെ പേരെന്തെന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത ഉത്തരം റാം മുഹമ്മദ് സിംഗ് എന്നാണ്. ജാലിയൻ വാലാബാഗിൻ്റെ മണ്ണിലൊഴുകിയിട്ടുള്ള ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും സിഖുകാരൻ്റെയും ചോരയാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് CAA ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനതയെ ഭിന്നിപ്പിക്കാൻ ഈ രാജ്യത്തെ മതനിരപേക്ഷവാദികൾ അനുവദിക്കില്ല എന്നുള്ളത് ചരിത്രം മോദിയെയും RSSനെയും ബോധ്യപ്പെടുത്തും. പി കൃഷ്ണദാസ്, ഇപ്പോൾ CAA ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ച മാത്രമാണ്. ഇവിടെ ലാൽകുമാറും വി ശിവദാസൻ MPയും ഒക്കെ പറയുന്നത് പോലെ താങ്കൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞു CPM-ഉം കോൺഗ്രസും ഒക്കെ നരേന്ദ്രമോദിയുടെ വാക്കുകളെ വളച്ചൊടിച്ചുവെന്ന്. അതെങ്ങനെയാണ് ശരിയാകുന്നത് കൃഷ്ണദാസ്? എത്ര ഇടങ്ങളിലാണ് നരേന്ദ്രമോദി ഇങ്ങനെ മുസ്ലിം വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നത്? അതിൽ ആദ്യത്തേത് ഏപ്രിൽ 21-നായിരുന്നു, രാജസ്ഥാനിലാണ്. അവിടെയാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർ എന്നുള്ള പ്രയോഗം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് വലിയ വിമർശനം രാജ്യത്ത് ആകമാനം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. രണ്ടാമത്തെ പ്രസംഗം ഏപ്രിൽ 22-നാണ് ഉത്തർപ്രദേശിൽ. അവിടെ പക്ഷേ ഒരു വിഭാഗം എന്ന് മാത്രം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നാണ് അദ്ദേഹം കൃത്യമായി പ്രയോഗിച്ച വാക്ക്. കാരണം ആദ്യത്തെ വിമർശനത്തിൽ നിന്ന് ഒരു പടി അദ്ദേഹം പിറകിലേക്ക് പോകുന്നു. മറ്റുള്ളവർക്ക് വീതിച്ച് നൽകും കോൺഗ്രസ് എന്നുള്ളത് പറയുന്നു. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഏപ്രിൽ 30-ന് കർണാടകയിൽ, മെയ് 1-ന് ഗുജറാത്തിൽ, മെയ് 4-ന് ജാർഖണ്ഡിൽ, മെയ് 7-ന് മധ്യപ്രദേശിൽ, ഇവിടൊക്കെയും തുടർച്ചയായി മുസ്ലിം വിഭാഗത്തിന് നേരെ അദ്ദേഹം വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ്. ഇതിൽ ഏറ്റവും തമാശ മെയ് 7-ന് പറയുന്നത് കോൺഗ്രസ് വന്നാൽ ക്രിക്കറ്റ് ടീമിൽ പോലും ന്യൂനപക്ഷങ്ങൾക്ക് മുൻഗണന നൽകുമെന്നുള്ളതാണ്. നോക്കൂ, ഒരു പ്രധാനമന്ത്രി ഇത്രമാത്രമൊക്കെ അധപ്പതിക്കാവോ കൃഷ്ണദാസെ? അസിത, ഇതിൽ ബഹുമാനപ്പെട്ട ശ്രീ ലാൽകുമാർ പറഞ്ഞ ചില കാര്യങ്ങൾ വാസ്തവങ്ങളോട് യോജിക്കുന്നതും, എന്നാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമോ അദ്ദേഹത്തിന്റെ വിശ്വാസമോ അനുസരിച്ച് ചില വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായത്തോടൊപ്പം തന്നെ പൊതുവായിട്ടുള്ള ചില വിഷയങ്ങളിൽ ഇടതുപക്ഷ ചായ്വോട് കൂടിയിട്ടുള്ള ചില
അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ എനിക്ക് ഒരു തരത്തിലും അങ്ങനെ ഖണ്ഡിച്ചു പോകേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഡോക്ടർ ശിവദാസൻ, അദ്ദേഹം പാർലമെന്റിൽ ഇരിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള MP ആണ്. അദ്ദേഹം CAA പോലെയുള്ള ഒരു നിയമത്തെ, അതിന്റെ റൂൾസ് എല്ലാം ഫ്രെയിം ചെയ്തതിനു ശേഷം നടക്കുന്ന ഒരു പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടിയെ ഇത്രയും തെറ്റിദ്ധാരണാജനകമായി, വസ്തുതാവിരുദ്ധമായി, വാസ്തവവിരുദ്ധമായി, തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക് യോജിക്കുന്നതാണോ എന്ന് അദ്ദേഹം തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. എനിക്ക് അദ്ദേഹത്തെ തിരുത്താനുള്ള പക്വതയോ പാകതയോ ഒന്നും എനിക്കില്ല. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിയമം ഒരു വിഭാഗത്തെ ഇല്ലാതെയാക്കുന്നതാണ്, അവരുടെ അവകാശങ്ങളെ ഇല്ലാതെയാക്കുന്നതാണ് എന്നെല്ലാം പറഞ്ഞാൽ അത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ഒരാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതല്ല, ഈ രാജ്യത്തെ പൗരന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതല്ല. എന്നെങ്കിലുമുള്ള സാമാന്യമായിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള വശമുണ്ടല്ലോ. ഈ CAA നിയമത്തിന്റെ അമെന്റ്മെന്റ് വന്നതിന് ശേഷമുള്ള അതിന്റെ ഒരു സാമാന്യവൽക്കരണം ഉണ്ടല്ലോ. അതെങ്കിലും അദ്ദേഹം ഉറച്ചു വിശ്വസിക്കണ്ടേ? ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നോക്കൂ, ഇതിലിപ്പോൾ ആരെയും ബാധിക്കുന്നില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞതിനോട് ചേർത്ത് വെച്ച്, ഇപ്പോൾ പണ്ട് അസമിൽ ദേശീയ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. അന്ന് 19 ലക്ഷം ആളുകളാണ് ഇതിന് പുറത്തു നിന്നത്. അനധികൃത കുടിയേറ്റക്കാർ എന്ന് കണ്ടെത്തി പുറത്തു നിന്നത് 19 ലക്ഷം ആളുകളാണ്. അതിൽ ഏകദേശം 14 മുതൽ 15 ലക്ഷം വരെ ആളുകൾ ഹിന്ദുക്കളാണ്. ഇനിയിപ്പോൾ ഈ CAA വരുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്നത്? ആ 19 ലക്ഷത്തിൽ 15 ലക്ഷം ഹിന്ദുക്കൾ സേഫ് സോണിലാകുകയും ബാക്കി വരുന്ന മുസ്ലിങ്ങൾ പുറത്തു പോകുകയും അല്ലെങ്കിൽ നിയമവിരുദ്ധം എന്ന ടാഗ് അവർക്ക് മുകളിൽ വരികയും ചെയ്യും. ഒരു പ്രശ്നവും തോന്നുന്നില്ലേ ഇതിൽ? അസിത, അതൊക്കെ നമ്മുടെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി തയ്യാറാക്കുന്ന ചില വാചകങ്ങളുണ്ടല്ലോ. ആ വാചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ കാണുന്നത് കൊണ്ടാണ്. അതൊന്നും അങ്ങനെയല്ല, അതൊന്നും യാഥാർത്ഥ്യമാകുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ചില മാനദണ്ഡങ്ങൾ അനുസരിച്ച്, ചില പാറ്റേൺ അനുസരിച്ചിട്ട് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അത് ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളാണ്. മതമാണ്, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റ് വിഷയങ്ങൾ മാനദണ്ഡമാകുമ്പോൾ പ്രശ്നമില്ല. ഇവിടെ മാനദണ്ഡം മതമാകുന്നതാണ് പ്രശ്നം. ഈ 5 ലക്ഷം പേർ അല്ലെങ്കിൽ 4 ലക്ഷം പേർ പുറത്തു നിൽക്കുകയും 15 ലക്ഷം പേർ ഇന്നാകുകയും ചെയ്യുന്നതിന്റെ മാനദണ്ഡം എന്താണ്? മതം. അവിടെയൊന്നും ഒരു മതവുമല്ലെന്ന്. അതിനൊക്കെ ഒരു കട്ട് ഓഫ് ഡേറ്റ് തീയതി വെച്ചതിന് ശേഷം ആ തീയതിക്ക് അനുസരിച്ച് നൽകുന്ന അല്ലെങ്കിൽ എടുക്കുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അല്ലാതെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനൊരു വിവക്ഷയും അതിനകത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ സെലക്ട് ചെയ്തിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലിം ഇതർ എന്നല്ലേ, അല്ലെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ആരാണ് അപ്പോൾ? അത് അങ്ങനെ അല്ലെന്ന്. നിങ്ങൾ ഒരു സംസ്ഥാനത്തെ എടുത്തുകൊണ്ട് അവിടെ അങ്ങനെ ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും നടപ്പായോ? ഇല്ലല്ലോ. ഇത് CAA-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുമായി അതിന് യാതൊരു ബന്ധവുമില്ല. അതൊക്കെ ആ സംസ്ഥാനത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് അവിടെ തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ചില നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ലിസ്റ്റുകൾ മാത്രമാണ്. അതിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നോ? ഇല്ലല്ലോ. നമ്മൾ ഇവിടെ കാണേണ്ടത് CAA നടപ്പാക്കാൻ വേണ്ടി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള റൂൾസ്, അത് പാസ്പോർട്ട് ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെയുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നിട്ടുള്ളവരോ വരാത്തവരോ രേഖകൾ ഇല്ലാതെ വന്നിട്ടുള്ളവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ വിഷയങ്ങൾ എടുത്തുകൊണ്ട് അതിനൊരു കട്ട് ഓഫ് തീയതി നിശ്ചയിച്ച്, അതിന്റെ വിവക്ഷ നിശ്ചയിച്ച്, അതിന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് സർക്കാരുടെ നടപടിക്രമവുമായി മുന്നോട്ട് പോകുന്നു. ആ നടപടിക്രമത്തിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഏകദേശം 14 പേർക്ക് കൊടുത്തു, 300ഓളം പേർക്ക് കൊടുത്തിരിക്കുന്നു. ബാക്കി മാനദണ്ഡങ്ങളൊക്കെ ഓക്കെയാണ്. ഈ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന മാനദണ്ഡം എന്ന് വരുമ്പോൾ ഈ എല്ലാ രാജ്യങ്ങളിലെയും ന്യൂനപക്ഷം മുസ്ലിങ്ങളാണ്. ഇപ്പോൾ മ്യാൻമാർ അതിൽ വരുന്നു. അവിടെ റോഹിംഗ്യൻ അഭയാർത്ഥികൾ, റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഉണ്ടല്ലോ. അവർ കൂടി പട്ടികയിൽ ഇടം പിടിച്ചിരുന്നുവെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അതുണ്ടാകുന്നില്ല എന്നിടത്താണ് പ്രശ്നം. അപ്പോൾ മതം അതിലൊരു മാനദണ്ഡമാകുന്നേയില്ലേ? ഏതൊരു രാജ്യത്തും ആ രാജ്യത്തിന്റെ പൗരത്വം കൊടുക്കാൻ വേണ്ടി നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ ആ രാജ്യത്തിന്റെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് മാത്രമല്ല, ആ രാജ്യത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള കാര്യങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് മുഖവിലക്ക് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യങ്ങൾ ഹിന്ദുക്കൾക്ക് മാത്രം അനുയോജ്യമാണ് എന്നുള്ളതാണോ? അങ്ങനെ എവിടെ പറഞ്ഞിരിക്കുന്നു? അല്ല, ഞാൻ മനസ്സിലാകാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി യോഗം ചേരുമ്പോൾ ലോകത്തിലെ എല്ലാ ഹിന്ദുക്കൾക്കും സിഖ് വിഭാഗത്തിനും ഇന്ത്യൻ പൗരത്വം നൽകാം എന്നുള്ളൊരു വാദം ആദ്യം വന്നിരുന്നു. എന്തുകൊണ്ടാണ് അത് ഇടം പിടിക്കാതിരുന്നത് കൃഷ്ണദാസ്? നമ്മളുടേത് ഒരു മതേതര രാജ്യമായതുകൊണ്ടാണ്. അവിടെയാണ് ഇപ്പോൾ താങ്കൾ പറയുന്ന തരത്തിൽ താങ്കൾ അതിനെ വളരെ വിദഗ്ധമായി അതിനെ
ഒളിച്ചു വെക്കുകയാണ്. ഈ സെലക്ട് ചെയ്തിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ മുസ്ലിങ്ങളില്ല. ഇനി മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിട്ടുള്ളൊരു രാജ്യം ഈ പട്ടികയിലേക്ക് വരുന്നുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സെലക്റ്റീവായി സംഭവിക്കുന്നത്? ഞാനൊരു സെലക്റ്റീവായും ഈ വിഷയത്തെ കണ്ടില്ല. അതിന് നിയമപരമായിട്ടുള്ള നിലവിൽ നിലനിൽക്കുന്ന നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ഡോക്ടർ ശിവദാസൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ തിരിച്ചു പറഞ്ഞത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്തൊരു നിയമം പാസ്സാക്കുമ്പോൾ ശിവദാസൻ അടക്കമുള്ള ആളുകൾക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി അതിന്റെ റൂൾസ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ ആ നിയമത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങളും ഭരണഘടനാ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും എല്ലാം നിലനിൽക്കുക. അല്ലെങ്കിൽ സുപ്രീം കോടതി എന്തുകൊണ്ട് ആ നിയമത്തെ സ്റ്റേ ചെയ്തില്ല? അപ്പൊ അതിൽ പ്രഥമ ദൃഷ്ട്യാ ഒരു കേസില്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇല്ലെങ്കിൽ കോടതി സ്റ്റേ ചെയ്യില്ലേ? അപ്പൊ പ്രഥമ ദൃഷ്ട്യാ കോടതി ഇടപെട്ട് സ്റ്റേ ചെയ്യേണ്ട ഒരു തെറ്റായ വിവക്ഷയോ തെറ്റായ വ്യവസ്ഥയോ ആ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല എന്ന് സുപ്രീം കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അതിന്റെ ഹിയറിംഗ് നടക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അതവിടെ നിൽക്കട്ടെ. ഞാൻ മറ്റൊരു വിഷയത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ബഹുമാനപ്പെട്ട ശിവദാസനെ പോലെയുള്ള ആളുകൾ ഈ തരത്തിലുള്ള വിഷയങ്ങൾ സൂചിപ്പിക്കുന്ന സമയത്ത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരാൾക്ക് പോലും ഈ തരത്തിൽ പൗരത്വം ലഭിക്കാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അല്ലെങ്കിൽ കേരളത്തിലെ മന്ത്രിമാർ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ശ്രീ ശിവദാസൻ അടക്കമുള്ള ആളുകൾ അത് ആവേശത്തോടു കൂടി ഏറ്റു പറഞ്ഞല്ലോ. അതെല്ലാം നിയമപരമായി വല്ലതും നിലനിൽക്കുന്ന കാര്യങ്ങളാണോ? നമുക്ക് ആളുകളെ പറ്റിക്കാൻ എന്തെങ്കിലും രാഷ്ട്രീയം പറയാം, അതൊന്നും രാജ്യത്തെ നിയമത്തിന്റെ ഭാഗമല്ല. നിങ്ങൾക്ക് എന്തും പറയാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. ശ്രീ ലാൽകുമാർ സൂചിപ്പിച്ച സമയത്തും ശ്രീ ശിവദാസൻ സൂചിപ്പിച്ച സമയത്തും ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് BJPക്ക് ആശയപരമായിട്ടുള്ള ദാരിദ്ര്യം ഉണ്ടായിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോൾ എന്നുള്ളത്. ഒരു ആശയപരമായിട്ടുള്ള ദാരിദ്ര്യവും BJPക്ക് ഉണ്ടായിട്ടില്ല. ഒരു പ്രചരണ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദാരിദ്ര്യവും BJPക്ക് ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും BJPയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ സംബന്ധിച്ചോ ഈ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളുടെ പൂർത്തീകരണത്തെ സംബന്ധിച്ചോ എന്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നില്ല. താങ്കൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയതാണ്. ഇപ്പോൾ ഞാൻ ചോദിച്ചത് ഇപ്പോൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ഒരു ആശയദാരിദ്ര്യം BJPക്ക് ഇല്ലെങ്കിൽ എന്തിനാണ് രണ്ടാം ഘട്ടം കേരളത്തിലെ കഴിയുന്നതോടുകൂടിയാണ് നരേന്ദ്രമോദി ഇത്ര വലിയ വർഗീയ വിദ്വേഷം മുസ്ലിം വിഭാഗത്തിന് നേരെ ഇളക്കി വിടുന്നത്? കൃഷ്ണദാസ, BJPയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അമിത്ഷാ നിങ്ങളുടെ പാർട്ടി ഘടകങ്ങളോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മറന്നുപോയോ അങ്ങത്? അസിത, ഏതൊരു സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുമ്പോൾ സ്വാഭാവികമായും ആ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് വിഷയങ്ങൾ മാറിവരും, സാഹചര്യങ്ങൾ മാറിവരും. അതിനനുസരിച്ച് ഓരോ വിഷയങ്ങൾ ഉയർന്നു വരുന്നതിനും അതില്ലാതെയാകുന്നതിനും ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാകും. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്ത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് പോയി ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന മുസ്ലിങ്ങളെ നോക്കി നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിക്കുകയാണോ? അതൊരു മാന്യമായ രാഷ്ട്രീയമാണോ? അസിത, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംസ്ഥാനത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഉത്തർപ്രദേശിനെ കുറിച്ചാണെങ്കിലും മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെ കുറിച്ചാണെങ്കിലും ആ സംസ്ഥാനങ്ങളിൽ 50% എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ട ഏറ്റവും മുന്തിയ വോട്ടിംഗ് പെർസെന്റേജ് ആണല്ലോ 50 എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച്. അങ്ങനെ 50% വരുന്ന മുസ്ലിം പ്രാതിനിധ്യമുള്ള പ്രദേശങ്ങളിൽ പോലും BJP MLA-മാരും MP-മാരും ജയിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. അങ്ങനെ ഒരു ഭയവും BJPയെ സംബന്ധിച്ചില്ല, രാഷ്ട്രീയപരമായില്ല. ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയവുമായി വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ബംഗാളിൽ ഇടതുപക്ഷത്തിന് അടിപതറി? എന്തുകൊണ്ട് ത്രിപുരയിൽ ഇടതുപക്ഷത്തിന് അടിപതറി? എന്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ ഇപ്പോ ബംഗാളിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിതാപകരമായ സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു? അപ്പൊ രാഷ്ട്രീയപരമായി ഞങ്ങൾക്കെതിരെ BJPക്കെതിരെ BJP ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരാളും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു രാഷ്ട്രീയ നേതാവും ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനത്തെ എന്ന് മാത്രമല്ല ദേശീയ തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ BJPക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റത്തെ വർത്തമാനം കൊണ്ട് വായു കൊണ്ട് പറയാമെന്നുള്ളതിനേക്കാൾ അപ്പുറത്തതിന്റെ പ്രായോഗിക രംഗത്ത് നടക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ്. എനിക്ക് തോന്നുന്നില്ല ശ്രീ ശിവദാസ് അടക്കമുള്ള ആളുകൾ ആ തരത്തിലൊരു ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസക്കുറവുള്ള ആളാണ് എന്നുള്ളത്. ഉത്തരേന്ത്യയിൽ നടക്കുന്ന രാഷ്ട്രീയ ചലനങ്ങളെ സംബന്ധിച്ച് ശ്രീ ശിവദാസൻ കൈ ഉയർത്തിയത് ഞാൻ കണ്ടിരുന്നു. മറുപടി പറഞ്ഞോളൂ. അതിൽ ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് അദ്ദേഹം പറഞ്ഞു ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരാളെയും CAA നിയമം ബാധിക്കില്ല എന്ന് പറയുകയുണ്ടായി. അത് പെശകാണ്. ഈ രാജ്യത്ത് നിലവിൽ ജീവിക്കുന്ന ആളുകൾക്കാണ് ഈ ആക്ട് പ്രകാരം അപേക്ഷ കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കുക എന്നുള്ളത് ആ ആക്ടിൻ്റെ ഭാഗമായിട്ട് ഫ്രെയിം ചെയ്തിട്ടുള്ള റൂളിൽ തന്നെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ എന്താണ്
അങ്ങനെ വരുമ്പോൾ നിലവിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസൽമാനായിട്ടുള്ള ആൾക്ക് തൻ്റെ പൗരത്വം, തനിക്ക് അർഹതപ്പെട്ട പൗരത്വം ലഭ്യമാവണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കുന്നതിനുള്ള സാഹചര്യമില്ലാതാവുന്നു. മറ്റ് അതേ യോഗ്യതയുള്ള മറ്റാളുകൾക്ക് പൗരത്വം ലഭ്യമാവുന്ന സ്ഥിതിയും ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ രാജ്യത്തിൻ്റെ പൗരത്വം മതത്തെ അടിസ്ഥാനപ്പെടുത്തി നിർവചിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മതനിരപേക്ഷ രാജ്യത്തെ മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പൗരത്വം നൽകുന്ന രാജ്യമായി മാറ്റി തീർക്കുക എന്നുള്ളതാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. അതുകൊണ്ടാണ് ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതും നിലവിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനവിഭാഗത്തെ ബാധിക്കുന്ന വിഷയം തന്നെയാണിത് എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നത്. മറ്റൊരു കാര്യം എന്താണ്, ഈ ആക്റ്റുമായി ബന്ധപ്പെട്ട് CAA ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രഖ്യാപനത്തിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ റൂൾ ഫ്രെയിം ചെയ്യുന്നത്. നോക്കൂ, നീണ്ടകാലം ഇവരുടെ കയ്യിൽ കെട്ടിക്കിടന്നു. പക്ഷേ റൂൾ ഫ്രെയിം ചെയ്യുന്നത് എപ്പോഴാണ്? തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് റൂൾ ഫ്രെയിം ചെയ്യുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ BJP എന്ത് പറയുന്നു? നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ മതന്യൂനപക്ഷങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്ത് നുഴഞ്ഞുകയറ്റക്കാർ എന്നുള്ള നിലയിലുള്ള സംബോധനകൾ ഉൾപ്പെടെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് ഉണ്ടായി എന്നുള്ളത് പത്രമാധ്യമങ്ങളാകെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. വർഗീയ പ്രചരണത്തിന്, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തര ശ്രമം പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നു. ബംഗാളിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ രൂക്ഷമായിട്ടുള്ള ആ വാചക പ്രയോഗങ്ങളൊന്ന് ആലോചിക്കൂ. UP യിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തെ എടുത്താൽ, മഹാരാഷ്ട്രയിൽ നടത്തിയ പ്രസംഗത്തെ എടുത്താൽ ഒക്കെ കാണുകയാണ്. ഞാനിതിനകത്ത് തുടക്കത്തിൽ പറയുണ്ടായ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, പ്രധാനമന്ത്രിയുടെ പ്രസംഗം പദാനുപദം നമുക്ക് തർജ്ജമ ചെയ്തുകൊണ്ട് ആളുകളെ കേൾപ്പിക്കാൻ പറ്റാത്ത ഒന്നാണ്. അത്രമേൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റവും നിലവിട്ട നിലയിലുള്ള സംസാരവും പ്രസംഗവും നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് താൻ അധികാരത്തിൽ നിന്ന് പോവേണ്ടി വരുമെന്നുള്ള ഒരു ഭയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. കേജ്രിവാൾ പറഞ്ഞിട്ടുള്ളത് 75 വയസ്സിൻ്റെ കാര്യം കേജ്രിവാൾ ഉയർത്തി. BJPക്കകത്ത് 75 വയസ്സ് കഴിഞ്ഞ ആളുകളെ ഒഴിവാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണല്ലോ LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷി ഉൾപ്പെടെയുള്ള ആളുകളെയും മാറ്റിയത് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നരേന്ദ്രമോദി ഇനി എത്ര കാലം BJPയുടെ നേതൃത്വത്തിൽ ഉണ്ടാവും എന്നുള്ള ചോദ്യം BJPയുടെ ഉള്ളിൽ നിന്ന് തന്നെ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ ഇപ്പോൾ നാം കേൾക്കുന്ന വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അധികാരം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി എന്ത് പ്രയോഗവും എന്ത് പ്രവൃത്തിയും താൻ നടത്തുമെന്നുള്ളതാണ് അവർ ഇപ്പോൾ പ്രവൃത്തിയിലൂടെ, പ്രസംഗത്തിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ പ്രവൃത്തി നാം നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഗുജറാത്തിൽ കലാപം നടത്തി മണിപ്പൂരിൽ കൂട്ടക്കശാപ്പ് നടത്തുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകൾ ഒക്കെ നമ്മൾ വായിച്ചതും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഗുജറാത്തിലാണെങ്കിൽ ആ കലാപത്തിൽ പാവപ്പെട്ട സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതിന് നേതൃത്വം നൽകി കുറ്റവാളിയാണ് എന്ന് കോടതി കണ്ടെത്തി ജയിലിൽ അടക്കപ്പെട്ടിട്ടുള്ള ആൾക്ക് അവരുടെ ശിക്ഷ ഇളവ് കൊടുത്ത് അവരെ ഗുജറാത്തിലേക്ക് കൊണ്ടുപോയി വലിയ സ്വീകരണം ഒരുക്കി കൊടുത്തിട്ടുള്ള പാർട്ടി ആരുടേതാണ് എന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞു. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന, സ്ത്രീപീഡകരെ സംരക്ഷിക്കുന്ന, അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന, അവർക്ക് പിന്തുണ കൊടുക്കുന്ന, ഇലക്ട്രൽ ബോണ്ട് എന്ന നിലയിൽ കോടിക്കണക്കിന് രൂപ വഴിവിട്ട നിലയിൽ നിയമരഹിതമായിട്ടുള്ള മാർഗത്തിലൂടെ സമ്പാദിച്ചിട്ടുള്ള ഒരു പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യമാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ നടത്തുന്ന നാടകങ്ങളാണ്, കലാപരിപാടികളാണ് മോദിയുടെ പ്രസംഗത്തിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ പ്രസംഗങ്ങൾ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പ്രാഥമികമായി നാം തിരിച്ചറിയണം. ലാൽകുമാർ, ഇത്തരം പ്രസംഗങ്ങൾ അതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ, പൊതുയോഗങ്ങളിൽ ഒരു നേതാവ് സംസാരിക്കുമ്പോൾ അത് സ്വാഭാവികമായി വരുന്നതാണ് എന്നതാണ് ശ്രീ കൃഷ്ണദാസ് പറയുന്നത്. ആദ്യത്തെ ടൈമിൽ അങ്ങ് പറഞ്ഞിരുന്നു കൃഷ്ണദാസ് അതിനെ ന്യായീകരിക്കാൻ സാധ്യതയില്ല എന്ന്. പക്ഷേ കൃഷ്ണദാസ് അതിനെ വിശാലമായ അർത്ഥത്തിൽ കാണുന്നു. അതൊന്ന്. രണ്ടാമത്തെ വിഷയം നോക്കൂ, CAA-യുമായി ബന്ധപ്പെട്ട് ആരെയും ഒഴിവാക്കുകയല്ല, മറ്റ് ചിലരെ കൂടി ഇതിലേക്ക് ഉൾക്കൊള്ളിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കൂടുതൽ പേർക്ക് പൗരത്വം നൽകുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ തന്നെ വെർഷൻ. പക്ഷേ ഈ പൗരത്വം നൽകുന്ന പട്ടികയിൽ, രാജ്യങ്ങളുടെ പട്ടികയിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിട്ടുള്ളൊരു രാജ്യം ഉൾപ്പെടുന്നതേ ഇല്ല എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള ആളുകളെ ആശങ്കപ്പെടുത്തുന്നത്. അതും പക്ഷേ മറ്റ് ചില ക്രൈറ്റീരിയകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നു കൃഷ്ണദാസ്. ആ ക്രൈറ്റീരിയ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് കരുതേണ്ടത് ശ്രീ എൻ ലാൽകുമാർ? ഇവിടെ നോക്കൂ, വളരെ സുവ്യക്തമാണ് നമ്മുടെ മുന്നിൽ കാര്യങ്ങൾ. ഇവിടെ കൃഷ്ണേട്ടൻ പറഞ്ഞ ഒരു കാര്യം, സുപ്രീം കോടതി എന്തുകൊണ്ട് സ്റ്റേ ചെയ്തില്ല എന്ന് പറഞ്ഞു. സ്റ്റേ ചെയ്തില്ല എന്നുള്ളൊരു വാദം
സ്റ്റേ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് പ്രൊസീഡ് ചെയ്യുന്നതിൽ ലീഗലി പ്രശ്നമില്ല എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു, അത് ശരിയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ഫണ്ടമെൻ്റലി കോർട്ട് വിൽ ഫോളോ എ ലീഗൽ പ്രിൻസിപ്പിൾ. ഒരു ലീഗൽ പ്രിൻസിപ്പിൾ അതിനകത്തുണ്ട്. കാരണം പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം അറ്റ് ദ ഔട്ട്സെറ്റ് അവരങ്ങനെ സ്റ്റേ ചെയ്ത് കളയില്ല. കാരണം അത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എന്നുള്ളൊരു അസംഷൻ എടുക്കണം കോടതി എന്നുള്ളൊരു പ്രിൻസിപ്പിളുണ്ട്. വെച്ചാൽ പാർലമെൻറ്റിൽ നിന്ന് വരുന്ന വിൽ ഓഫ് ദ പീപ്പിൾ ആണ്. ആ വിൽ ഓഫ് ദ പീപ്പിളിൻ്റെ ഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു ജനാധിപത്യ സമൂഹത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ലെജിസ്ലേഷൻ വരുമ്പം കോടതിക്കുണ്ടാകേണ്ട ഇനീഷ്യൽ പ്രിസംഷൻ എന്ന് പറഞ്ഞാൽ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എന്നുള്ളതാണ്. ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷനിലാണ് എന്ന് നമ്മൾ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വാദങ്ങളാണ്. അത് വളരെ നമ്മൾ ഡൈസെക്ട് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു വിഷയമാണ്. അത് ഹിയറിംഗ് ഫേസിലൊക്കെ വരൂ, അല്ലെങ്കിൽ പെറ്റീഷൻ്റെ മെറിറ്റിലേക്ക് കയറുമ്പോൾ മാത്രമേ അത് നമുക്ക് പറഞ്ഞ് സ്ഥാപിച്ച് ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷനിലാണെന്ന് പ്രഖ്യാപിക്കാൻ പറ്റൂ. ആ പോയിന്റ് വരെ അത് കോൺസ്റ്റിറ്റ്യൂഷനിലാണെന്ന് പ്രിസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ പ്രിസംഷൻ ആണത് കറക്റ്റ് വാക്ക്, അസംഷൻ അല്ല പ്രിസംഷൻ നടത്തുക എന്നുള്ളത് ഒരു കോടതിയുടെ ബൗണ്ടൻ ഡ്യൂട്ടിയാണ്. അതാണ് അതിനകത്തെ ആദ്യത്തെ പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേ ചെയ്തില്ല എന്ന് പറയുന്നത് കൊണ്ട് സ്റ്റേ ചെയ്തില്ലല്ലോ എന്നുള്ളത് നിങ്ങളുടെ പൊളിറ്റിക്കൽ മെറിറ്റ് അല്ല. അത് കൃത്യമായിട്ട് അറിയാം. ഞാനത് കൂടുതൽ പറയേണ്ട കാര്യമില്ല, ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇവിടെ നോക്കൂ, ടെറിട്ടറി ഓഫ് ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ടെറിട്ടറി ഓഫ് ഇന്ത്യയിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന കട്ട് ഓഫ് ഡേറ്റ് എടുക്കുക. ടെറിട്ടറി ഓഫ് ഇന്ത്യയിൽ നിൽക്കുന്ന ആൾക്കാർ വെളിയിൽ നിന്ന് വന്നിരിക്കുന്ന മൈഗ്രൻസ് ഉണ്ട് എങ്കിൽ അതിനകത്ത് മുസ്ലിങ്ങൾക്ക് ഈ പറയുന്ന നിയമപ്രകാരം സിറ്റിസൺഷിപ്പ് കിട്ടുമോ ഇല്ലയോ? യെസ് ഓർ നോ ആണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ, പ്ലെയിൻ ക്വസ്റ്റ്യൻ ആണ്, പ്ലെയിൻ ആൻസർ ആണ്. കിട്ടില്ല, അപ്പം തന്നെ ഡിസ്ക്രിമിനേഷനായി. നോക്കൂ, അത് ഡിസ്ക്രിമിനേഷനായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്താ? പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ഹിന്ദു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി, അവരെ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂനപക്ഷം, ഹിന്ദു മാർജിനലൈസ്ഡ് എന്നുള്ളതല്ല, ന്യൂനപക്ഷത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യത സ്വതന്ത്ര ഇന്ത്യക്കുണ്ട്. ആ ബാധ്യതയിൽ നിന്ന് പുറത്തു പോകേണ്ട കാര്യമില്ല. അങ്ങനെ ലുക്ക്, നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ ഒരിക്കലും ഇവിടുന്ന് വരുന്ന ഇവർ സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണ്ട എന്ന് നമ്മൾ പറയുന്നില്ല. ഉണ്ടോ? ആരേലും ഒരു വാദം മുന്നോട്ട് വെച്ചോ? ഇപ്പൊ അവിടുന്ന് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു ഹിന്ദുവിന് പൗരത്വം കൊടുക്കണ്ട എന്നൊരു വാദം നമ്മൾ വെച്ചിട്ടില്ല. അത് മനസ്സിലാക്കണം. നമ്മളാണ് ഇൻക്ലൂസീവ് ഡെഫിനേഷനിൽ നിൽക്കുന്നത്. നമ്മൾ പറയുന്നത് അവിടുന്ന് റിലീജിയസ് പെർസിക്യൂഷനോ അല്ലെങ്കിൽ പെർസിക്യൂട്ടഡ് ആയിട്ടോ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന എല്ലാവർക്കും കൊടുക്കണം. എല്ലാവർക്കും കൊടുക്കണം. എത്ര പേര് വരുന്നുണ്ടാവും? വളരെ കുറച്ച് നമ്പേഴ്സേ വരത്തുള്ളൂ. ഈ പറഞ്ഞല്ലേ, ആസാമിലെ കേസൊക്കെ ഒരു എക്സ്ട്രീം എക്സെപ്ഷനിൽ നിൽക്കുന്ന കേസാണ്. അല്ലാത്ത ഇപ്പുറത്തെ പഞ്ചാബ് ബോർഡറിൽ നിന്നൊക്കെ എത്ര പേര് വരുന്നുണ്ടാവും? അപ്പം അവരുടെ ലെജിസ്ലേറ്റീവ് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു സമൂഹത്തെ ഏലിയനേറ്റ് ചെയ്ത് നിർത്തുക, മാർജിനലൈസ് ചെയ്ത് നിർത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാവർക്കും കൊടുക്കുക, ഹിന്ദുക്കൾക്ക്, സിഖുകാർക്ക്, അല്ലെങ്കിൽ എല്ലാ സമൂഹത്തിൽ നിന്നും അവിടുന്ന് വരുന്നവർക്ക് കൊടുക്കുക എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ ഇവർ പറഞ്ഞ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷോപലക്ഷം ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുമൊന്നുമല്ല ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക്. അങ്ങനെയുള്ള കാലമൊക്കെ ഉണ്ടായിരുന്ന എന്താ 71 വാറിന് ശേഷമൊക്കെയാണ്. അത്രയും ആൾക്കാരൊന്നും ഇന്ത്യയിലേക്കൊന്നും വരുന്നില്ല. അപ്പം ഇവിടെ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് ഇതിനകത്തുനിന്ന്. നോക്കൂ, നിങ്ങൾ പുറത്തുനിന്ന് വരുന്നൊരു മുസ്ലിം ഇവിടെ താമസിച്ച് ഹിന്ദുവിനൊപ്പം ഒരേപോലെ വന്ന സമയത്ത് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവനെ നിങ്ങൾ മിസ്ട്രീറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, എന്നുവെച്ചാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ പുറത്തുനിന്ന് വന്ന രണ്ടുപേരെ, അക്ബർ എന്ന് പറയുന്ന ഒരാളും രാമൻ എന്ന് പറയുന്ന ഒരാളും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുവെങ്കിൽ രാമന് നിങ്ങൾ സ്വീകരിക്കുകയും അക്ബറെ പുറത്താക്കുകയും ചെയ്യുമ്പം അവിടെ ഒരു പ്രശ്നം. ഈ അക്ബറുമായി ചേർന്ന് നിൽക്കുന്ന വിഷയം എന്താണ്? മെയിൻ സാധനം അവനെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന മതമാണ്. ആ എക്സ്ക്ലൂഷന്റെ ഒരു പ്രശ്നം ഇവിടെ നിൽക്കുന്ന, ഇന്ത്യയിൽ നിൽക്കുന്ന മുസ്ലിംസിന് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. കാര്യം വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് അവർക്കൊരു ആശങ്ക ഉണ്ടാകും. ഇപ്പോൾ തന്നെ പല കാര്യങ്ങൾക്ക് തന്നെ ഇപ്പം നോക്കൂ, ഇന്ത്യയിലുള്ള ആൾക്കാർ ഓരോരുത്തരും സിറ്റിസൺഷിപ്പ് പ്രൂവ് ചെയ്യാനായിട്ട് ഓരോ ഡോക്യുമെന്റ് തപ്പണമെന്ന് പറഞ്ഞൊരു ആശങ്ക വന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആ ആശങ്ക വരാനുള്ള കാര്യം എന്താ? ഇവർ എവിടുന്ന് വന്നതാണ്, എങ്ങനെയാ വന്നതെന്നും ഒന്നും അറിയത്തില്ല. ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാത്തവരെന്ത് ചെയ്യും?
ഇവിടെ താമസിച്ചവർ തന്നെ ഉണ്ട്. ഇവിടെ ഇപ്പൊ പരദേശി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടാൽ മതി, മലയാളത്തിൽ ഉണ്ടായ ഒരു സിനിമയാണ്. എന്ത് പറയുന്നത് പോലെ ഇവിടെ ഒരു ഡോക്യുമെന്റ്സും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർ ചിലപ്പോൾ അവിടെ നിന്ന് വന്നായിരിക്കത്തില്ല, അവർക്ക് ഇവിടുന്ന് എല്ലാം വിട്ടെറിഞ്ഞ് പോകാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ആശങ്കകൾ പോലും പരിഹരിക്കുന്നതിൽ അവർ വളരെ ലേറ്റ് ആക്കി എന്നുള്ളതാണ്. അതിന്റെ കാര്യം ഞാൻ പറയാം, അതിനൊരു പൊളിറ്റിക്കൽ റീസൺ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം CAA കത്തിക്കാൻ നോക്കിയ ഒരു കാര്യം, ഈ മുസ്ലിം സമൂഹം മൊത്തം റോഡിലിറങ്ങി ആദ്യം സമരം ചെയ്തല്ലോ, അതുപോലൊരു സമരം നടന്നിരുന്നെങ്കിൽ, എന്ന് വെച്ചാൽ രണ്ടാമത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഒരു സമരം ആ ലെവലിൽ നടന്നിരുന്നുവെങ്കിൽ അവർക്ക് ഹിന്ദു വികാരം അഴിച്ചുവിടാൻ പറ്റിയേനെ. ഇത് വളരെ സത്യമാണ്. പക്ഷെ വളരെ ഇന്ത്യ മുന്നണിയും അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ സെക്യുലർ പൊളിറ്റിക്കൽ വിങ്ങിൽ നിൽക്കുന്ന ആൾക്കാരും സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ടിനെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും റോഡിലിറങ്ങി ഒരു വലിയ സമരത്തിലേക്ക് രാജ്യവ്യാപകമായി പോയില്ല. രാജ്യവ്യാപകമായി റോഡിലിറങ്ങി ഒരു സമരത്തിലേക്ക് പോകുമായിരുന്നെങ്കിൽ ഇവർ ഉദ്ദേശിച്ച കാര്യം നടന്നേനെ. അപ്പൊ മോഡിക്ക് ബേസിക്കലി മോഡി, ആസ് ഐ സെഡ് ബിഫോർ, മോഡി ഈസ് പ്ലേയിങ് ഓൺ എ വെരി ടഫ് പിച്ച് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ഇപ്പം അവസാന ശ്രമം എന്താ? ഇത് പറഞ്ഞിട്ട് കത്തിച്ച് UP പരമാവധി, എന്നുവെച്ചാൽ ഹിന്ദുത്വം ഏറ്റവും കൂടുതൽ വർക്കാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊന്ന് ഈ പറയുന്ന UP ആണ്. അവിടെ ഈ സാധനം ഇറക്കി വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവർക്ക് തന്നെ ഇതിനകത്ത് വലിയ താല്പര്യം, ഇവർക്ക് തന്നെ അറിയാം ഈ പറയുന്ന സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര പേർക്ക് ഇവർ കൊടുക്കുന്നു, അല്ലെങ്കിൽ എത്ര വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, എഗ്രീഡ്. പക്ഷെ വരാൻ പോകുന്ന ഒരു സമൂഹത്തെ കുറിച്ച് എനിക്ക് അത്ര വലിയതൊന്നുമില്ല. വെച്ചാൽ വരാൻ ഒരുപാട് ലക്ഷക്കണക്കിന് പേര് ഇങ്ങോട്ട് വരാൻ പോകാമെന്നൊന്നുമില്ല. പക്ഷേ ഈവൻ ദെൻ the message that you are giving to the citizens of this country, because you are making a legislation by marginalizing others. You are making a legislation which is marginalizing others. അത് തെറ്റാണ്. അത് തെറ്റാണെന്ന് നമ്മൾ ഉറച്ച ശബ്ദത്തോടു കൂടി വിളിച്ചു പറയേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ പറയുന്നതാണ് ശരി. അത് കൃഷ്ണേട്ടൻ എത്ര വാദിച്ചാലും ആര് പറഞ്ഞാലും അത് ശരിയാകത്തില്ല. കാര്യം ഇന്ത്യക്ക് അങ്ങനെ ഒരു ചരിത്രമില്ല. ഇതുപോലൊരു നിയമം നേരത്തെ ഉണ്ടാക്കാൻ പറ്റാഞ്ഞിട്ടല്ലല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന മതത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇവിടെ പൗരത്വം കൊടുക്കാനായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് തന്നെ ഇന്ത്യക്ക് കൂടുതൽ ഹിന്ദുക്കളാണ് അന്ന് അങ്ങനെ അങ്ങ് തീരുമാനിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ ഈ രാജ്യം. അങ്ങനെ രാജ്യം വിചാരിച്ചാതിരിക്കുന്നതിന് കാരണം ഈ രാജ്യം മതനിരപേക്ഷമായതുകൊണ്ടാണ്. അത് ആർട്ടിക്കിൾ 15-നെയും 14-നെയും വയലേറ്റ് ചെയ്യുന്നു. അങ്ങനൊരു ഒരു കാര്യം ഒരു കാരണവശാലും ഒരു സർക്കാർ ചെയ്യാൻ പാടില്ല. ഈ സർക്കാർ അത് ചെയ്യുന്നു എന്നുള്ളതിന് കാരണം 1925 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത RSSന്റെ ഒരു മാസ്റ്റർ പ്രോജക്റ്റ് ആണ് ഈ ഹിന്ദു സിറ്റിസൺ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഡീഗ്രേഡഡ് ക്ലാസ് ഓഫ് പീപ്പിളായി മാറും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു അടിസ്ഥാനമാണ് ഇവിടെ നടക്കുന്നത്. അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ശക്തി ഇന്ത്യൻ ജനതയ്ക്കുണ്ട്. ഹിന്ദുത്വ കറക്റ്റായിട്ട് വർക്കാകുന്നില്ല. ഇപ്പൊ കൃഷ്ണേട്ടൻ പറഞ്ഞല്ലോ അവർക്ക് ആശങ്കയൊന്നുമില്ലെന്ന്. ആശങ്ക ഉള്ളത് കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഇത്രയും ഫിൽറ്റി ടോക്സ്, ഐ റിപ്പീറ്റ് ദ ഫിൽറ്റി ടോക്സ്, അദ്ദേഹം ഇത്രയും ഫിൽറ്റി ടോക്സ് നടത്തുന്നതിന് കാരണം അത് തന്നെയാണ്. വേറെ ഒരു ചാൻസും ഇല്ല. കാര്യം അല്ലാതെ അദ്ദേഹത്തിന് വർക്ക് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഹി വുഡ് ഹാവ് ഗോൺ വിത്ത് ദാറ്റ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് ഞാൻ പറയാറേ ഇല്ല, പറയത്തേ ഇല്ല. അങ്ങനാണെങ്കിൽ ഞാൻ പബ്ലിക് ലൈഫിൽ നിന്ന് പുറത്തു പോകേണ്ട ആളാണ്, നിൽക്കാൻ തോലി യോഗ്യതയില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. പിറ്റേ ദിവസം അദ്ദേഹം പറയുന്നത് ഇതേ സാധനമാണ്. അപ്പൊ അത്രത്തോളം ഈ പറയുന്ന ഈ അന്യനില്ലാത്ത കഥാപാത്രത്തെ പോലെ അമ്പിയും അങ്ങോട്ടും ഇങ്ങോട്ടും റമോയും ഒക്കെ ആയി മാറുന്ന പോലെയാണ് ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്തേക്ക് പ്രധാനമന്ത്രി പോകുമ്പം അദ്ദേഹത്തിൻ്റെ ഭാഷയിലുണ്ടാകുന്ന വ്യത്യാസം, അദ്ദേഹത്തിൻ്റെ രീതികൾക്കുണ്ടാകുന്ന വ്യത്യാസം. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കൊടുക്കുന്ന മെസ്സേജ് വളരെ മോശമാണ്. ദിസ് ഇസ് obviously, as I said before, he is playing on a very tough pitch and his wicket will be taken for sure. പി കൃഷ്ണദാസ്, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയ പരാമർശങ്ങൾ നടത്തിയ പ്രധാനമന്ത്രിയായി ഒരു രാഷ്ട്രീയ നേതാവായി തന്നെ നരേന്ദ്രമോദി മാറുന്നതാണ്. ഇപ്പോൾ CAA ആണ് നിങ്ങളുടെ വിഷയമെങ്കിൽ ഈ CAA ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾ ബംഗാളും ആസാമുമാണല്ലോ. ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ഇതിനെക്കുറിച്ച് മിണ്ടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായോ? അദ്ദേഹം ഇന്നും ഇത് ഉത്തർപ്രദേശിലാണ് പറയുന്നത്, എന്തുകൊണ്ട് ഇത് ബീഹാറിൽ പറഞ്ഞില്ല? കൃഷ്ണദാസ്. അസിത, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രാജ്യത്തെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരകനാണ്. അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മാത്രമല്ല, BJPയുടെ രാഷ്ട്രീയ പ്രചാരകൻ കൂടിയാണ്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് BJPയുടെ ഏറ്റവും താരമൂല്യമുള്ള പ്രചാരകരിൽ ഒരാളാണ്. അപ്പൊ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ ഏത് സ്ഥലത്ത് പ്രസംഗിച്ചാലും അത് രാജ്യം മുഴുവനുള്ള വാർത്തയാണ്, അതൊരു സംസ്ഥാനത്തിന് മാത്രമായിട്ടുള്ള വാർത്തയല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ ലാൽകുമാർ സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്.
ശ്രീ ശിവദാസൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് പൂർണ്ണമായും കഴിഞ്ഞ ഘട്ടത്തിൽ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. എൻ്റെ സൂം ലിങ്ക് കട്ടായതുകൊണ്ട് എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കേട്ട ഭാഗത്തേക്ക് ഞാൻ തിരിച്ചു വരാം. ശ്രീ ലാൽകുമാർ പറഞ്ഞതൊരു യാഥാർത്ഥ്യവുമായി യോജിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ്. CAA നിയമം കൊണ്ടുവരുന്ന സമയത്ത് രാജ്യത്തെമ്പാടും വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നു. വ്യാപകമായി പ്രതിപക്ഷ കക്ഷികളും ഇന്ത്യ മുന്നണി കക്ഷികളും നിരന്തരമായി BJP സർക്കാരിനെതിരായി ആളുകളെ സംഘടിപ്പിച്ച് റോഡിലിറങ്ങി, തെരുവോരങ്ങളിലിറങ്ങി അക്രമങ്ങൾ സംഘടിപ്പിച്ച്, അക്രമ സമരങ്ങൾ സംഘടിപ്പിച്ച് സർക്കാരിനെതിരായ വലിയ പ്രക്ഷോഭങ്ങളുമായി രംഗത്ത് വന്നു. പക്ഷേ അത് നടപ്പാക്കുന്ന കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ, ആ പ്രക്ഷോഭം അവസാനിച്ചതിന് ശേഷം അത് നടപ്പാക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ പ്രക്ഷോഭങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അതിനെ ഏതാണ്ട് അംഗീകരിച്ച ധാരണയിലേക്ക് എല്ലാ പാർട്ടികളും മാറുകയോ അതല്ലെങ്കിൽ സമൂഹം മാറുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്തായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം? ആദ്യഘട്ടത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ശ്രീ ശിവദാസന്റെ പാർട്ടി അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വിവരണങ്ങളും വിചിത്രമായിട്ടുള്ള വാദഗതികളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഇവിടെ ഒരു മുസ്ലിം സമൂഹത്തിന് പോലും ഇനി ജീവിക്കാൻ കഴിയില്ല, ഒരു മുസ്ലിമിന് പോലും ഇനി ഇന്ത്യയിൽ രക്ഷയില്ല എന്നുള്ള തരത്തിൽ വ്യാപകമായി നടത്തിയിട്ടുള്ള കള്ളപ്രചരണം, ആ പ്രചരണം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ കൃഷ്ണദാസ്, ഇപ്പോൾ താങ്കൾ പറയുന്ന തരത്തിൽ അതൊക്കെ കള്ളപ്രചരണങ്ങളാണ്. നിങ്ങൾക്ക് അതിലുള്ള ലക്ഷ്യം വളരെ ഒരു മിനിറ്റ് നിങ്ങൾക്ക് അതിലുള്ള ലക്ഷ്യം വളരെ സുതാര്യമാണെങ്കിൽ, ബംഗാളിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയുണ്ട് ശാന്തനു താക്കൂർ. ഈ നിയമം വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുമെന്ന് പറഞ്ഞ ശാന്തനു താക്കൂർ ഇതുവരെ ആ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടേ ഇല്ല. പറഞ്ഞ പ്രസ്താവനയിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോകുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് കൃഷ്ണദാസ്? BJPയുടെ നേതാവാണ്. ഞാൻ പറഞ്ഞ ഭാഗമൊന്ന് ഞാൻ പൂർത്തിയാക്കട്ടെ. അങ്ങനെ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ സമരരംഗത്തിറക്കിക്കൊണ്ട് CAA എന്നുള്ളത് ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിനെതിരായിട്ടുള്ള വലിയ വ്യാപകമായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ, മോഡി ഗവൺമെന്റിന്റെ വലിയൊരു ഒരു നിയമപരമായിട്ടുള്ള നിയമനിർമ്മാണത്തിലൂടെയുള്ള ഒരു പുറത്താക്കലാണ് എന്ന് വരെ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ചു, രംഗത്തിറക്കി. അത് ഒരു പരിധി വരെ ആ കാലഘട്ടത്തിൽ അത് വിജയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ പെട്ടെന്ന് അത് തങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ് എന്ന് അറിഞ്ഞാൽ അത് ഏതൊരാളും, ഞാനാണെങ്കിലും അസിതയാണെങ്കിലും ആരാണെങ്കിലും, അത് പെട്ടെന്ന് അതിന്റെ ഒരു പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ ക്ലിയർ ആണ്. പക്ഷെ അതിന്റെ മറുപടി ഇതിന് മുൻപ് തന്നെ ശ്രീ ലാൽകുമാർ പറഞ്ഞു കഴിഞ്ഞു. രണ്ടുപേരുടെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഒരാൾക്ക് കിട്ടുകയും ഒരാൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് വിവേചനം തന്നെയാണ്. അതിൽ സംശയമില്ലല്ലോ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, അവസാന മിനിറ്റാണ് ഈ പോയിന്റിലേക്ക് കൂടി വരൂ. താങ്കൾ ദയവായി നോക്കൂ. ശാന്തനു ഠാക്കൂർ എന്ന് പറയുന്ന, ഒരു മിനിറ്റ് ശ്രീകൃഷ്ണദാസ്, ശാന്തനു ഠാക്കൂർ എന്ന് പറയുന്ന BJPയുടെ നേതാവാണ് ആദ്യം ബംഗാളിൽ ഞാൻ ഇതിന് അപേക്ഷിക്കുമെന്ന് പറഞ്ഞയാൾ. പക്ഷെ അതിന് തൊട്ട് പിന്നാലെയാണ് മമതാ ബാനർജി വലിയ തരത്തിൽ അവിടെ ആഞ്ഞടിക്കുകയും മറ്റ് ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നത്. അന്ന് മമത ചോദിച്ചൊരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇത്രയും നാൾ ഇന്ത്യക്കാരനല്ലാതിരുന്ന താങ്കളാണോ ജനങ്ങളെ സേവിച്ചത് എന്ന്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് മുന്നിൽ BJPക്കും മിണ്ടാട്ടം മുട്ടിപ്പോകുന്നില്ലേ കൃഷ്ണദാസ്? BJPക്ക് ഒരു മിണ്ടാട്ടം മുട്ടുന്നതിന്റെ സാഹചര്യവും നിലവിലില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ കുറച്ച് സമയം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, അസിത, ശ്രീ ലാൽകുമാർ പറഞ്ഞതിന്റെ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മറ്റൊരു വശത്ത് അതിന്റെ യാഥാർത്ഥ്യക്കുറവിനെ കുറിച്ച് കൂടി പറയാൻ വന്നപ്പോഴാണ് അസിത എന്റെ വാക്കുകളിൽ നിന്ന് ചോദ്യത്തിലേക്ക് പോയത്. ഒന്ന്, ശ്രീ ലാൽകുമാർ പറഞ്ഞ ഉദാഹരണം ശരിയാണെങ്കിലും ആ ഉദാഹരണത്തിലെ വിവക്ഷ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അദ്ദേഹം രണ്ട് വ്യക്തികളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് ഇന്നയാൾക്ക് കിട്ടും ഇന്നയാൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് ഒരു അപേക്ഷ കൊടുക്കുന്ന സമയത്താണെങ്കിൽ പോലും, ഒരു എൻട്രൻസ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്താണെങ്കിൽ പോലും അതിനെല്ലാം മാനദണ്ഡങ്ങളുണ്ട്, അതിനെല്ലാം കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്, അതിനെല്ലാം നടപടിക്രമങ്ങളുണ്ട്. ഇതും ആ നടപടിക്രമത്തിന്റെയും കട്ട് ഓഫ് ഡേറ്റിന്റെയും ഭാഗമായി നടക്കുന്ന നടപടിക്രമത്തിന്റെ ഭാഗമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ നിയമത്തിൽ പ്രധാനമായും വിവക്ഷിക്കുന്നത് എന്താണ്? ഈ മാനദണ്ഡം നോക്കൂ. ഇപ്പോൾ ലാൽകുമാർ പറഞ്ഞ രണ്ട് പേരുകൾ തന്നെ എടുക്കാം, അക്ബറും രാമനും. ആ രണ്ട് പേരുകളാണല്ലോ ലാൽകുമാർ പറഞ്ഞത്. അപ്പോൾ ആ മാനദണ്ഡ പ്രകാരം രണ്ടുപേർ ഇതിൽ പൗരത്വത്തിന് അപേക്ഷിക്കുന്നു. ഇവർ രണ്ടുപേരും പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണെന്നിരിക്കട്ടെ, രണ്ടുപേർക്കും ഇന്ത്യൻ പൗരത്വം കിട്ടുമോ? ഒരേ ഡേറ്റിൽ വന്നവരാണ്, ഒരേ തീയതിയിൽ വന്നവരാണ്. അതാ ഞാൻ പറഞ്ഞത്. ലാൽകുമാർ പറഞ്ഞപ്പോൾ അതിൽ നിലവിൽ പാസ്സാക്കിയിട്ടുള്ള, പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിന്റെ വിവക്ഷയിൽ അത് വരില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പാർലമെന്റ് എന്താ പാസ്സാക്കിയിട്ടുള്ളത്, അതല്ലേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിൽ ആ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുടെ മാനദണ്ഡത്തിന് വിവക്ഷയുണ്ട്. അവർ വരുന്ന തീയതിക്ക് വിവക്ഷ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. ഈ താങ്കൾ പറയുന്ന തരത്തിൽ രണ്ടുപേർ വന്ന ഒരേ രാജ്യം, ആ രാജ്യത്തിന്റെ വിവക്ഷ ഇവിടെ മതമാണ്. അപ്പോൾ ലാൽകുമാർ പറഞ്ഞതുപോലെ അക്ബറിന് കിട്ടുന്നു, അക്ബറിന് കിട്ടാതിരിക്കുന്നു, രാമന് കിട്ടുന്നു. അങ്ങനെ തന്നെയാണല്ലോ.
അല്ലല്ല, ആ വിവക്ഷ എന്നുള്ള വാക്കങ്ങ് വിട്ടോളൂ. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ശ്രീ ലാൽകുമാറിനും ശിവദാസനും പാകിസ്ഥാനിൽ പോയി പൗരത്വം എടുക്കാൻ കഴിയും? ആ രാജ്യത്ത് അങ്ങനെ ഒരു നിയമമുണ്ട്. ശ്രീ കൃഷ്ണദാസ് നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ താങ്കൾ പറയുന്നത് പ്രകാരം കൃഷ്ണദാസ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ താങ്കൾ ഒരു മിനിറ്റ്, ശരി ശരി, ഒരു നോക്കൂ, ആ ചോദ്യം തന്നെ നിരർത്ഥകമാണ്. ഞാൻ ഏറ്റെടുക്കുകയാണ്. ആ ചോദ്യം ശരി ശരി, അതെ, ആ ചോദ്യം ഏറ്റെടുത്തിട്ടുണ്ട്. കൃഷ്ണദാസ് ആ ചോദ്യം ഏറ്റെടുത്തിട്ടുണ്ട്. പറഞ്ഞോളൂ കൃഷ്ണദാസ്, പറഞ്ഞു. അല്ല, ശിവദാസൻ എം പി പറഞ്ഞോളൂ. ഞാൻ തിരിച്ചു ചോദിക്കുന്നത് ഈ രാജ്യങ്ങളെല്ലാം ആ ചോദ്യം ചോദിക്കട്ടെ. അതെ അതെ, ശ്രീ കൃഷ്ണദാസ് താങ്കളുടെ ചോദ്യം ശിവദാസൻ ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം മറുപടി പറയും. പറഞ്ഞോളൂ ശ്രീ വിശ്വദാസൻ എം പി. ഞാൻ ചോദ്യം പിൻവലിച്ചു, എന്റെ ചോദ്യം പിൻവലിച്ചു. ശ്രീ ശിവദാസൻ ശിവദാസൻ ഏറ്റെടുത്തോട്ടെ, എനിക്ക് അതിൽ പരാതിയില്ലെന്ന്. ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ശിവദാസൻ ഏറ്റെടുത്തോട്ടെ, അതിൽ എനിക്ക് പരാതിയില്ല. തിരിച്ചു ചോദിക്കട്ടെ. അമേരിക്കയിൽ നിന്നും എനിക്ക് അനുവദിച്ച സമയമായതുകൊണ്ട് എനിക്ക് അനുവദിച്ച സമയം ആദരണീയനായ കൃഷ്ണദാസ് എനിക്ക് അനുവദിച്ച സമയം എനിക്ക് അനുവദിച്ച ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഹിന്ദുവിന് ശരി ശരി, രണ്ട് ചോദ്യം കഴിഞ്ഞു. എനിക്ക് അതെ, ആ രണ്ട് ചോദ്യത്തിനും ഒന്ന് അങ്ങയുടെ ചോദ്യം ഞാൻ കേട്ടു. അങ്ങയുടെ ചോദ്യം ഞാൻ കേട്ടു. ഹിന്ദുവിന് ഈ നിയമത്തിന്റെ വിവക്ഷയിൽ പൗരത്വം കിട്ടുമോ? അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും വരുന്ന ഒരു ഹിന്ദുവിന് ഈ നിയമത്തിന്റെ വിവക്ഷയിൽ ഞാൻ പറയാലോ കേട്ടു. അങ്ങ് ചോദിച്ച ഒന്നാമത്തെ ഭാഗത്ത് അങ്ങ് താരതമ്യം ചെയ്തത് പാകിസ്ഥാനിൽ ഹിന്ദുവിന് പൗരത്വം കിട്ടുമോ എന്ന ചോദ്യത്തോ രണ്ടും പറയാം. അങ്ങ് ഇടപെടാതിരിക്കൂ, ഞാൻ രണ്ടിനും പറയാം. അയ്യോ, ഞാൻ പറയട്ടെ അങ്ങ് വിട്ടേക്കു. അങ്ങയുടെ ചോദ്യത്തിന് മൊത്തം ഉത്തരം പറയാം, പ്രശ്നം തീർന്നല്ലോ. ഒന്ന്, ഇന്ത്യയെ പാകിസ്ഥാനും അയ്യോ അങ്ങ് സംസാരിക്കാൻ അനുവദിക്കൂ. അങ്ങ് സംസാരിക്കാൻ അനുവദിക്കൂ. ഇന്ത്യയെ പാകിസ്ഥാനെ പോലെ ആക്കണമെന്നാണ് BJPയും RSSും ആഗ്രഹിക്കുന്നത്. ഇന്ത്യ മതനിരപേക്ഷ രാജ്യമാണ്. പാകിസ്ഥാൻ മതാധിഷ്ഠിതമായി രൂപപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി തള്ളിക്കളഞ്ഞിട്ടുള്ള ഒന്നാണ് പാകിസ്ഥാൻ മുന്നോട്ട് വച്ചിട്ടുള്ള കാഴ്ചപ്പാട്. അതുകൊണ്ട് ഇന്ത്യയുടെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ അഭ്യർത്ഥന. രണ്ട്, ഈ നിയമത്തിൽ പരാമർശിക്കപ്പെട്ടുള്ള രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിൽ ഇംഗ്ലണ്ടോ അമേരിക്കയോ ഒന്നും തന്നെ വന്നിട്ടുള്ള രാജ്യങ്ങളിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന എന്താണ്, ECAയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ പറഞ്ഞിട്ടുള്ള കാര്യത്തെ വെച്ചുകൊണ്ട് നിങ്ങൾ വസ്തുതക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗം എന്ന നിലയിൽ നിങ്ങൾ നിർവഹിച്ചിട്ടുള്ള കാര്യം ശരിയല്ല. പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ ഇവിടെ നിങ്ങൾ പരിഗണിച്ചിട്ടില്ല. പാകിസ്ഥാനിൽ അവിടെ മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ തന്നെ വേട്ടയാടപ്പെടുന്നുണ്ട്. അത് മറ്റു രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ മതത്തെയോ ജാതിയോ എന്തിനെയോ അടിസ്ഥാനപ്പെടുത്തിക്കൊള്ളട്ടെ, ഏത് അർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ജനവിഭാഗത്തോടും ചേർന്ന് നിൽക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുള്ള ഉന്നതമായിട്ടുള്ള പാരമ്പര്യമാണ് ഇന്ത്യയുടെ പാരമ്പര്യം. തീർച്ചയായും ശ്രീ വിശ്വദാസൻ വളരെ ക്ലിയർ ആണ്. താങ്കളുടെ പോയിന്റ് ചുരുങ്ങിയ വാക്കുകളിൽ തന്നെ ക്ലിയർ ആയതുകൊണ്ട് ഞാൻ ഒന്ന് ഇടപെടുന്നു. ശ്രീ N. ലാൽകുമാർ, അവസാനത്തെ ചുരുങ്ങിയ മിനിറ്റുകളാണ്. കൃഷ്ണദാസ് പറയുന്നത് പ്രകാരം CAA വരുന്നതിന് മുൻപ് ഈ രാജ്യത്ത് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന ആർക്കും പൗരത്വമേ കൊടുത്തിട്ടില്ല എന്ന് തോന്നും. CAAയ്ക്ക് മുൻപ് പാർലമെന്റിൽ പറഞ്ഞ കണക്കുകൾ പ്രകാരം പാകിസ്ഥാനിൽ നിന്നും വന്ന 1595 പേർക്കും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന 391 പേർക്കും പൗരത്വം കൊടുത്ത രാജ്യമാണിത്. അല്ല, ഇവിടെ കൃഷ്ണേട്ടൻ ചോദിക്കുന്ന ചോദ്യം എന്താ? കൃഷ്ണേട്ടൻ ചോദിക്കുന്ന അമേരിക്കയിൽ നിന്ന് വരുന്ന ഹിന്ദുവിന്
സിറ്റിസൺഷിപ്പ് കിട്ടുമോ? അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം എന്തുകൊണ്ട് ഇവിടെ റെലവൻ്റ് ആവുന്നു പോലും എനിക്ക് മനസ്സിലായില്ല. കാര്യം അമേരിക്കയിൽ നിന്ന് വരുന്ന ഹിന്ദുവിന് ഇവിടെ സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇല്ല എന്ന് ആര് പറഞ്ഞു? ഇവിടെ വരുന്നത് നമ്മൾ അഭയാർത്ഥികളെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അല്ലേ? അവിടുന്ന് വരുന്ന ആൾക്കാർ റെഫ്യൂജി ആയിട്ട് വരുന്നവരെ കുറിച്ചും മാർജിനലൈസ്ഡ് ആയിട്ട് വരുന്നവരെ കുറിച്ചും അല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്നതിൽ നിങ്ങൾ എൻ്റെ അടുത്ത ചോദ്യം ചോദിക്കാം, അങ്ങോട്ട് ചോദ്യം ചോദിക്കാം. ഭൂട്ടാനെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല? ഭൂട്ടാൻ മതരാഷ്ട്രമാണല്ലോ, ശ്രീലങ്ക മതരാഷ്ട്രമാണല്ലോ, ഈ പറയുന്ന മ്യാൻമർ മതരാഷ്ട്രമാണല്ലോ, മതമുണ്ടല്ലോ, മൈനോറിറ്റി ഉണ്ടല്ലോ, ഇതിനെന്താ ഉൾപ്പെടുത്താൻ? നിങ്ങളുടെ ലക്ഷ്യം വളരെ സിമ്പിളായിരുന്നു. മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റുകളെ പിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ഹിന്ദു മൈനോറിറ്റിയെ കിട്ടും. അപ്പം നിങ്ങൾക്ക് മാർജിനലൈസ്ഡ് ആയിട്ടുള്ളവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ല ലക്ഷ്യം. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മുസ്ലിം മതരാഷ്ട്രത്തിലുള്ളവരെ, അത് ഹിന്ദുക്കളായിട്ടുള്ളവരെ അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം മതത്തിൽ ഒഴിച്ചു നിർത്തിയവരെ എടുക്കുക എന്നുള്ളത് വളരെ ഡെലിബറേറ്റ് അല്ലേ നിങ്ങളുടെ പിക്കിനകത്ത്? അല്ലെങ്കിൽ ഈ അഹമ്മദിയ കമ്മ്യൂണിറ്റി അവിടെ നേരിടുന്നത്തോളം പ്രശ്നം വേറെ ഒരു ഹിന്ദുക്കളോ ആരും നേരിടുന്നില്ല. അഹമ്മദിയ കമ്മ്യൂണിറ്റി നേരിടുന്ന പോലെ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അപ്പം മനുഷ്യത്വം, ഹ്യൂമനിസം എന്ന് പറയുന്ന ആസ്പെക്റ്റ് അല്ല നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഹ്യൂമാനിറ്റി എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് വാല്യൂ കൊടുത്തിട്ടില്ല. നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത് പ്രൈം ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് മതത്തിനാണ്. നിങ്ങൾ ഹ്യൂമൻ വാല്യൂസിനാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഒരു മുസ്ലിമിനെ ഒരാൾ തല്ലുകയും അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനെ തല്ലിയും ഒരുപോലെ ഒരു ഭരണകൂടം തല്ലുന്നെങ്കിൽ അത് രണ്ടും നമുക്ക് ഒന്നായിട്ട് തന്നെ തോന്നണം. നമ്മുടെ രാജ്യത്തിന് അത് ഒന്നായിട്ട് തോന്നണം, ഒരു വ്യക്തിക്കും അത് ഒന്നായിട്ട് തോന്നണം. അത് തോന്നാതെ നിങ്ങൾ അക്ബറിനെ അടിച്ചോട്ടെ, അവൻ കുഴപ്പമൊന്നുമില്ല, അവൻ അവിടുത്തെ മുസ്ലിം ആണല്ലോ, അന്ന് അവിടുത്തെ മുസ്ലിം ഭരണകൂടം തന്നെ മുസ്ലിമിനെ തല്ലുന്നത് കുഴപ്പമൊന്നുമില്ല. അന്ന് അതേ സ്ഥാനത്ത് ഹിന്ദുവിനെ രാമനുണ്ടെങ്കിൽ രാമൻ ഇങ്ങ് പോരട്ടെ, നമ്മളങ്ങ് തന്നേക്കാം എന്ന് പറയുന്നിടത്ത് നമ്മുടെ ഇടുങ്ങിയ മനസ്സ് അത് ഈ രാജ്യത്തിന്റെ ഇടുങ്ങിയ മനസ്സായി മാറുന്നു എന്നുള്ളതാണ്. അത് ഒരിക്കലും നമുക്ക് ഈ രാജ്യത്തിന് അങ്ങനെ ഇടുങ്ങിയ മനസ്സില്ലായിരുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷമുള്ള ആ ഇടുങ്ങിയ മനസ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ അമേരിക്കയിൽ നിന്ന് വരുന്ന ആൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ ഒരു റെലവൻസും ഇല്ല, ഒരു സംശയവും ഇല്ല കാര്യത്തിൽ. നിങ്ങൾ ഇങ്ങനൊരു ലെജിസ്ലേഷൻ ഉണ്ടാക്കിയത് ഈ നിങ്ങളുടെ ഇടുങ്ങിയ മനസ്സ് ഈ രാജ്യത്തിന്റെ ഇടുങ്ങിയ മനസ്സായി ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യം വരും. ആ രാജ്യത്തിനകത്ത് നമ്മൾ ഉൾപ്പെടുന്ന ആൾക്കാരാണ്. നമ്മൾ ആ ഇടുങ്ങിയ മനസ്സുള്ളവരല്ല. എല്ലാരെയും അടിച്ച് അകത്താക്കിയ ഒരു സംസ്കാരം ഉള്ള ഒരു നാടാണിത്. അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി മൂന്ന് പേർക്കും. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുകയാണ്.